بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل وسلم وبارك على عبدك ورسولك سيدنا وسيد الأنبياء والمرسلين سيد الكونين والثقلين محمد صلى الله عليه وسلم وعلى آله وصحابته وأزواجه الطاهرات أمهات المؤمنين وسائر الصالحين العلماء العاملين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العلي العظيم. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ما جف دمع سال من عينين لكنه يجري على الخدين من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. حتى لبحر النور جبريل وقف في شطه رعبا فودع وهتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. اللهم صل وسلم وبارك عليه. اخترے شام کی آتی ہے فلک سے آواز سجد کرتی ہے جسے سحر وہ ہے آج کی رات رہے یک گام ہے ہمت کے لیے عرش برین کہہ رہی ہے یہ مسلمان سے معراج کی رات. ബഹുമാന്യരായ ഉസ്താദവറുകളെ, പണ്ഡിതന്മാരെ, മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്നും തങ്ങൾക്ക് അല്ലാഹു നൽകുന്ന മഹത്വം എന്താണെന്നും നമ്മെ അറിയിച്ചു തന്ന ഒരു സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. ഇന്നലത്തെ രാവായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ, നോമ്പനുഷ്ഠിച്ച് നമ്മുടെ നോമ്പുകൾ, എല്ലാ കർമ്മങ്ങളും, ഖിറാഅത്ത് എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇസ്രാ മിഅ്റാജ്, അസ്രാ എന്ന വാക്കിന്റെ അർത്ഥം രാത്രി യാത്ര ചെയ്യുക എന്നാണ്. അസ്രാ നൈറ്റ് ജേർണി എന്ന് പറയുന്നത്. മിഅ്റാജ് എന്ന് പറഞ്ഞ ശരിക്ക് സ്റ്റെയറുകൾക്ക്, കോവണിപ്പടികൾക്ക് മിഅ്റാജ് എന്ന് പറയും. അറബിയിൽ രണ്ട് വാക്കുകളാണ് കോവണിപ്പടികൾക്ക് പറയാം. ഒന്ന് ദറജാത്ത്, മറ്റേത് ദറഖാത്ത്.
ദറജാത്ത്, അല്ലാഹു മുഅ്മിനീങ്ങളെ ദറജാത്തുകൾ ഉയർത്തി കൊടുക്കുന്ന. ദറജാത്ത് എന്ന് പറഞ്ഞാൽ മേലോട്ടുള്ള വഴികൾക്കാണ്, മേലോട്ടുള്ള സ്റ്റെപ്പുകൾക്ക് ദറജാത്ത് എന്ന് പറയും. കാഫിരീങ്ങളെ അല്ലാഹു ദറഖാത്തിലേക്ക് താഴ്ത്തുന്നതാണ്. അത് താഴേക്ക് പോകുന്ന സ്റ്റെപ്പുകൾക്കാണ് ദറഖാത്ത് എന്ന് പറയാം. അറബ് ഭാഷയുടെ അത്ഭുതമാണ്. ജ എന്ന ശബ്ദം ദറജാത്ത്, ദറഖാത്ത്, ഖായും ജായുമുള്ള വ്യത്യാസമാണ്. ജ എന്നത് ഷിദ്ദത്തിന്റെ അക്ഷരാണെന്ന് പറയും. നമ്മള് തജ്വീദൊക്കെ പഠിക്കുമ്പോൾ അക്ഷരങ്ങളെ കാറ്റഗറൈസ് ചെയ്യും. ഹിഫത്തിന്റെ അക്ഷരം കനം കുറഞ്ഞത്, ജീം ഷിദ്ദത്തിന്റെ അക്ഷര കനം കൂടിയതാണ്. മേലോട്ട് പോകുമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഖാഫാണെങ്കിലോ ഹിഫത്തിന്റെ അക്ഷര കനം കുറഞ്ഞ അക്ഷര, താഴേക്ക് ഇറങ്ങാൻ എളുപ്പമാണ്, തകരാൻ വളരെ എളുപ്പമാണ് അല്ലെ. മേലോട്ട് കയറാൻ കുറച്ച് പ്രയാസം വരും. അതുകൊണ്ട് മേലോട്ടുള്ള സ്റ്റെപ്പുകൾക്ക് ദറജാത്ത് എന്ന് പറയാം, താഴേക്കുള്ളതിന് ദറഖാത്ത്. സുബ്ഹാനല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു ദറജാത്തുകൾ ഉയർത്തിക്കൊണ്ടുപോയ സംഭവമാണ് മിഅ്റാജ്. മിഅ്റാജ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥവും എലിവേറ്റർ, അല്ലെങ്കിൽ മേലോട്ട് കയറുന്നത്, മേലോട്ട് കയറാൻ സഹായിക്കുന്നത്, മേലോട്ടുള്ള കയറ്റം, അസെൻഷൻ ആൻഡ് എലിവേഷൻ, ഇതിനൊക്കെ മിഅ്റാജ് എന്ന് പറയും. എന്താണ് ഇസ്രാഉം മിഅ്റാജും? സുബ്ഹാനല്ലാഹ്. ഒഫീഷ്യലി നമുക്കൊക്കെ ഇന്ന് ഗവൺമെന്റ് തലത്തിൽ തന്നെ ഒരു ഒഴിവ് ദിവസമായിരുന്നു ഇസ്രാ മിഅ്റാജിന്റെ ഒഴിവ് ദിവസം. നമ്മൾ എന്ത് മനസ്സിലാക്കി എന്താണ് ഇസ്രാ മിഅ്റാജ്? പരിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട, തങ്ങൾക്ക് ലഭിച്ച മുഅ്ജിസത്തുകളിൽ ഏറ്റവും വലിയ മുഅ്ജിസത്ത്, അൽ മുഅ്ജിസത്തുൽ ഉളുമ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആനാണ്. ഇതിനോളം വലിയ മുഅ്ജിസത്ത് ഇന്ന് ലോകത്തില്ല. അത് കാണാനുള്ള കണ്ണോ അതറിയാനുള്ള ബുദ്ധിയോ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് വലിയ ഭാഗ്യമാണ്. അല്ലാഹുവിന്റെ കലാം. അത് കഴിഞ്ഞാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ, അതിലേറ്റവും വലിയ അത്ഭുതം സംഭവിച്ചതാണ് ഇസ്രാ മിഅ്റാജ്. രാത്രിയിലെ ഒരല്പസമയം കൊണ്ട് അല്ലാഹു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയ ഒരു യാത്രയാണല്ലോ ഇസ്രാ മിഅ്റാജ്. ഇസ്രാ ഭൂമിയിലാണ്, മിഅ്റാജ് ഭൂമിയിൽ നിന്ന് ആകാശത്തേക്കുള്ള യാത്രയാണ്. അതൊരു അത്ഭുതമാണ്. അത്ഭുതമെന്ന് മാത്രം പറഞ്ഞാലായില്ല, അതൊരു മുഅ്ജിസത്താണ്, മിറക്കിൾ. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അംറുൻ ഖാരിഖുൻ ലിൽ ആദ തദ്ഹറു അലാ യദൈ മുദ്ദഇ നുബുവ്വ, അല്ലേ? നുബുവത്ത് വാദിക്കുന്ന ഒരു ആളിന്റെ, ഒരു നബിയുടെ കയ്യിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തിന് വെച്ചിട്ടുള്ള ഫിസിക്കൽ റൂൾസ്, അല്ലാഹുവിന്റെ ഭൗതിക നിയമങ്ങൾ, ഈ നിയമങ്ങളെ മറികടക്കുന്നത് അല്ലാഹു നബിയാക്കന്മാർ അവരുടെ പ്രവാചകത്വം തെളിയിക്കാൻ വേണ്ടി ചെയ്യുന്നതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുക. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം വാദിക്കുന്ന ഒരാൾ, നബിയായ ഒരാൾ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു വെച്ചിട്ടുള്ള സംവിധാനങ്ങളെ, അല്ലാഹുവിന്റെ പ്രപഞ്ച നിയമങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കി പോന്ന സംഭവങ്ങളെ, അതിനെ മറികടന്നുകൊണ്ട് അത്ഭുതകരമായ കാര്യങ്ങൾ നടത്തുന്നതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയാം. ഇസ്രാ മിഅ്റാജ് മുഅ്ജിസത്താണ്. അത് മുഅ്ജിസത്താകയാൽ അത് സയൻസ് കൊണ്ട് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ന്യൂട്ടന്റെ റിലേറ്റിവിറ്റി തിയറി കൊണ്ടോ, അല്ലെങ്കിൽ ന്യൂട്ടന്റെ ആൽബർട്ട് ഐൻസ്റ്റൈന്റെ എനർജി തിയറി കൊണ്ടോ ഇതൊന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. ഇംപോസിബിൾ. കാരണം അത് മുഅ്ജിസത്താണ്. അത് മുഅ്ജിസത്താണ്. ഇത് പറയേണ്ടത് മുഅ്മിനീങ്ങളോടാണ്. യുക്തിവാദികൾക്ക് ഇതിൽ ചർച്ചയിലെ അവർ പങ്കെടുക്കേണ്ടതില്ല. കാരണം യുക്തിവാദികൾക്ക് ഇത് മനസ്സിലാവില്ല. ഈമാനുള്ള ആളുകളോടാണ് ഖുർആനി പറയുന്നത്. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദീൻ പ്രചരിച്ചുകൊണ്ടിരുന്ന സമയത്ത് കപടവിശ്വാസികൾ ഒരു ഭാഗത്ത് ഇസ്ലാമിനെതിരിൽ ചില പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ ആരാണ് ഉറച്ച മുഅ്മിനീങ്ങൾ, ആരാണ് സംശയക്കാർ? ഈ സംശയക്കാർ പൊയ്ക്കോട്ടെ, ഉറച്ചവർ മാത്രം ഹബീബിന്റെ കൂടെ നിന്നാൽ മതിയെന്ന് അള്ളാഹു നിശ്ചയിച്ച സംഭവമാണ് ഇസ്രാ മിഅ്റാജ്. 12 ആളുകൾ മുർത്തദ്ദായി പോയില്ലേ ഇസ്രാ മിഅ്റാജ് സംഭവത്തിന്റെ ശേഷം? അതൊരു സ്വപ്നമല്ലല്ലോ. സ്വപ്നമാണെങ്കിൽ ആളുകൾ എന്തെല്ലാം സ്വപ്നം കാണും. ഒരു വിസയും പാസ്പോർട്ടും ഇല്ലാതെ എവിടൊക്കെ നമ്മൾ പോയിട്ട് വരും സ്വപ്നത്തിൽ. ആർക്കെങ്കിലും ഒരു ഒബ്ജക്ഷൻ കാണുമോ? ഇല്ല. സ്വപ്നമാണ്, എന്തുമാകാം. അല്ല, അങ്ങനെയെങ്കിൽ മുർത്തദ്ദാവേണ്ട ഘട്ടത്തിലെത്തുമോ?
ഇത് അവിടുത്തെ ശരീരത്തോടുകൂടെ റൂഹോടുകൂടെ അള്ളാഹുവിന്റെ ഹബീബിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ സന്നിധാനത്തേക്ക് വിളിച്ചു കൊണ്ടുപോയതിനെടുത്ത സമയം ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് പുറപ്പെട്ട യാത്ര, ആ യാത്ര കഴിഞ്ഞ് 7 ആകാശങ്ങളും കഴിഞ്ഞ് തിരിച്ചെത്തുന്നത് ലൈലൻ, ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് എ ടൈം, വളരെ കുറഞ്ഞ സമയം രാത്രിയിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതൊരു മുഅ്ജിസത്തായിരുന്നു. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു സുബ്ഹാന. സൂറത്തുൽ ഇസ്രാ എന്ന് പറഞ്ഞ അൽ കഹ്ഫ് സൂറത്തിന്റെ തൊട്ടുമുമ്പുള്ള സൂറത്ത്, ആ സൂറയിലെ 1-ാമത്തെ ആയത്താണ് നമ്മൾ ഓതിയത്. ആ സൂറയിലെ 1-ാമത്തെ ആയത്തിന്റെ പേരിലാണ് സൂറത്തുൽ ഇസ്രാ എന്ന് അല്ലാഹു പേര് വെച്ചത്. ഒറ്റ ആയത്തേ ഉള്ളൂ. അതേ സൂറത്തിൽ 60-ാമത്തെ ആയത്തിൽ ഒരു ചെറിയ പരാമർശം വരുന്നു. ഈ 1-ാമത്തെ ആയത്തും 60-ാമത്തെ ആയത്തും കഴിഞ്ഞാൽ സൂറത്തുൽ ഇസ്രായിലെ 111 ആയത്തുകളിൽ ഇസ്രാ മിഅ്റാജിനെ പറ്റി ഒരു ചർച്ചയേ ഇല്ല. 2 അത് 1-ാമത്തെ ആയത്തിൽ മാത്രമേ ശരിക്കു പറഞ്ഞുള്ളൂ, ബാക്കിയുള്ളതിലൊന്നും പറഞ്ഞില്ല. സുബ്ഹാനല്ലാഹ്, ഇത് മുഅ്ജിസത്താണ്. അതുകൊണ്ട് അല്ലാഹു തുടങ്ങുന്നു സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി. സുബ്ഹാന, അല്ലാഹു പരിശുദ്ധനാണ്. എപ്പോ പരിശുദ്ധനാണ്? സുബ്ഹാന എന്നത് ദവാമിനെ സൂചിപ്പിക്കുന്ന പദമാണ്. അത് അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഇവിടെ ഉണ്ടാകുന്നതിന്റെ മുമ്പും അള്ളാഹു സുബ്ഹാനയാണ്, അതിന്റെ ശേഷവും അല്ലാഹു സുബ്ഹാനയാണ്. ഈ ഖലായിഖുകളും അല്ലാഹുവിന്റെ സൃഷ്ടിജാലങ്ങളും മുഴുവൻ ഇവിടെ നിന്നില്ലാതെയായി പോയാലും അല്ലാഹു സുബ്ഹാന ഈസ് എക്സാൽറ്റഡ്. അല്ലാഹു ഏറ്റവും പരിശുദ്ധനാണ്. അതിനാരും ഇവിടെ വേണ്ടെന്ന ആവശ്യമില്ല. അല്ലാഹു സ്വയമേ അതാ വാക്കിന് അല്ലാഹുവിനെ പരിശുദ്ധനാക്കുന്നു എന്ന് പറയരുത് എന്നാ. സുബ്ഹാന എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ പരിശുദ്ധൻ നമ്മളാക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു പരിശുദ്ധനാണ്. ആ പരിശുദ്ധിയെ നമ്മൾ വാഴ്ത്തുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു എന്നതിനർത്ഥം പറയേണ്ടത് സുബ്ഹാന. ഇങ്ങനെ എവിടെയെല്ലാം അല്ലാഹു സുബ്ഹാന എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിനുടനെ വരുന്ന വിഷയം അത്ഭുതമുള്ള വിഷയങ്ങളെ അല്ലാഹു പറയും. സുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ. നിങ്ങൾ പ്രഭാതത്തിലാകുന്ന നേരവും പ്രദോഷത്തിലാകുന്ന നേരവും അല്ലാഹു പരിശുദ്ധൻ തന്നെയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കോളൂ. അല്ലാഹുവിന്റെ പരിശുദ്ധിയുടെ വലിയ അടയാളമാണല്ലോ പ്രഭാതം നടക്കുന്നതും പ്രദോഷം നടക്കുന്നതും. അസ്തമിച്ചില്ലേ സൂര്യൻ? ലോകത്തുള്ള മനുഷ്യർക്കെല്ലാം പ്രഭ നൽകി ഇന്നത്തെ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു. ഇനി നാളെ നമുക്ക് ഉദിക്കുന്ന അല്ലാഹു പ്രകാശം കൊണ്ട് ഉദിക്കാൻ അനുവദിച്ചാൽ, നമുക്ക് ജീവനുണ്ടെങ്കിൽ അത് കാണാൻ അനുവദിച്ചെങ്കിൽ സ്വബാഹി പ്രഭാതം വരികയാണ്. ഇതാണ് ഈ അത്ഭുതങ്ങളൊക്കെ. ചാർജ് മങ്ങുന്നില്ലല്ലോ. നമ്മൾ വാങ്ങിക്കുന്ന ടോർച്ചല്ലല്ലോ ഈ സൂര്യൻ. അതിന് റീചാർജ് ആരാതിന് ചാർജ് ചെയ്യുന്നത്? വെളിച്ചം കൂടിയോ കുറഞ്ഞോ അല്ല, വോൾട്ടേജിന്റെ വല്ല വ്യത്യാസം അതിന് നടന്നോ? എത്ര മനോഹരമാണ് ഇത് പറയാൻ അല്ലാഹു സുബ്ഹാന പ്രയോഗിച്ചു. അല്ലാഹു പരിശുദ്ധനാണ് എന്ന് എപ്പോഴും പരിശുദ്ധനാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ആയത്ത് കേൾക്കുമ്പോൾ നമ്മൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയണം. അതാണ് സുബ്ഹാനല്ലാഹ്. അല്ലാഹു പറയാൻ ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ സബ്ബഹ, അത് പാസ്റ്റ് ടെൻസ് ആണ്. അത് പരിശുദ്ധിയെ വാഴ്ത്തി എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നെ പറഞ്ഞു യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. പ്രസന്റ് വാഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അല്ലാഹു തആല പ്രപഞ്ചത്തിലുള്ളതെല്ലാം അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും വാഴ്ത്തിക്കൊണ്ടിരിക്കുകയുമാണെങ്കിൽ മനുഷ്യ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക് ഫസബ്ബിഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധിയെ നീയും വാഴ്ത്തിക്കോളൂ എന്ന് അല്ലാഹു മനുഷ്യരോട് പറഞ്ഞിരിക്കുന്നു. ഫസബ്ബിഹ്, നീയും തസ്ബീഹ് ചൊല്ലി. മനുഷ്യ പ്രപഞ്ചത്തിലെല്ലാം തസ്ബീഹ് ചൊല്ലാണ്.
അത്ഭുതം പറയാൻ അള്ളാഹു ഉപയോഗിക്കുന്ന വാക്കാണ് സുബ്ഹാന. അതുകൊണ്ട് തന്നെ ഇനി ഉടനെ പറയാൻ പോകുന്ന വിഷയം അത്ഭുതമാണ്. അത് മുഅ്ജിസത്താണ്. മുഅ്ജിസത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയായിലൂടെ നടത്തിയത് ഒരുപാട് ഖുർആനിൽ. ഇതൊന്നും യുക്തിക്ക് മനസ്സിലാവില്ല. കാരണം മനുഷ്യന്റെ ബുദ്ധി പരിമിതമാണെന്ന് മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ് മുഅ്ജിസത്ത്. സയ്യിദനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ ആളുകൾ തീയിലേക്ക് വലിച്ചെറിഞ്ഞ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വളരെ കഷ്ടപ്പെടുത്തിയില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് വല്ലതും സംഭവിച്ചോ? ഇല്ല. തീക്കുണ്ഠാരമുണ്ടാക്കി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ തീയിലേക്ക് എറിഞ്ഞു. ഒന്നും സംഭവിക്കാതെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തീയിന്റെ പുറത്തു വന്നു. ചരിത്രം നമുക്കറിയാം. ഇവിടെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷിക്കലായിരുന്നു അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തീ തട്ടാൻ പാടില്ല എന്നാണ് അള്ളാഹുവിന്റെ തീരുമാനമെങ്കിൽ, ഇബ്രാഹിം നബിയെ പിടിക്കാൻ വരെ അള്ളാഹുവിനെ സമ്മതിക്കൂലല്ലോ. അത് നടന്നു. അപ്പൊ അവരെ പിടിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഇനിയും അള്ളാഹ് രക്ഷിക്കാം, അല്ലേ? തീ കത്തിച്ചു. ആ തീ കത്താതിരുന്നാൽ മതി. അത് കത്തി എമ്പാടും ആളിപ്പടർന്നു. അതിനുമപ്പുറം ആ തീയിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അവരെറിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ രക്ഷിക്കൽ മാത്രമല്ല അള്ളാഹുവിന്റെ തീരുമാനം, മനുഷ്യൻ വരുത്തിവെക്കുന്ന കാരണങ്ങൾ, അസ്ബാബുകൾ മുഴുവൻ നടന്നാലും അള്ളാഹുവിന്റെ തീരുമാനം നടക്കാൻ പോവുകയാണ്. എല്ലാം നടന്നു. ഇബ്രാഹിം നബിയെ പിടിച്ചു, തീയിലേക്ക് എറിഞ്ഞു, തീ ആളിപ്പടരുന്നു. നാം പറഞ്ഞു, യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, തീയേ എന്റെ ഇബ്രാഹിമിന് വേണ്ടി നീ തണുപ്പായി മാറിക്കോ, വസലാമൻ രക്ഷയുമായി മാറിക്കോ. സുബ്ഹാനല്ലാഹ്. ഇത് പഠിപ്പിക്കാനാണ് ഈ പണിയൊക്കെ ശത്രുക്കളെ കൊണ്ട് അല്ലാഹു ചെയ്യിപ്പിച്ചത്. തീ കത്തുന്നതാണ്. എപ്പോ കത്തുന്നതാണ്? ഓരോരോ സെക്കൻഡിലും അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്ന കുതിർത്ത് കൊണ്ട് കത്തിക്കുന്നതാണ്. അത് അള്ളാഹു പിടിച്ചു വെച്ചാൽ തീയിനെ കത്തിക്കാൻ കഴിയില്ല. ഇബ്രാഹിം അലൈഹിസ്സലാം ആ രക്ഷപ്പെടുന്നത് മുഅ്ജിസത്താണ്. അത് മുഅ്ജിസത്താണ്. ഇസ്രായിലേക്ക് വരുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ത്യാഗം വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇസ്രാ നടക്കാൻ പോകുന്നത്. അബൂ ത്വാലിബ് എന്നവർ വഫാത്തായി. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായി. നബുവത്തിന്റെ 10ാമത്തെ വർഷം. തങ്ങൾക്ക് 50 വയസ്സായിരിക്കുന്ന 52 എന്ന അഭിപ്രായം, 50ാമത്തെ വയസ്സെന്നാണ് പ്രബലമായ അഭിപ്രായം. രണ്ട് താങ്ങും തണലുമായിരുന്ന രണ്ടുപേരെ നഷ്ടപ്പെട്ടു. തങ്ങൾ ഉടനെ പോയി തായിഫ് എന്നത് ഹിൽ സൈഡാണ്, മലയോര പ്രദേശങ്ങളാണ്. ഇവിടുന്ന് ഉംറക്ക് പോയ ആളുകൾ കണ്ടു പരിചയ കാണും, അല്ലെ? തായിഫ് വഴി ഇറങ്ങുന്ന കുന്നുമലകൾ 60ഓളം കിലോമീറ്റർ മക്കയിൽ നിന്ന് കാൽനടയായി വന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തായിഫുകാർ തങ്ങളെ പ്രയാസപ്പെടുത്തിയില്ലേ? കല്ലെടുത്ത് ഓടിച്ചില്ലേ? അവിടെ നബി തങ്ങൾ ഒരു ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആഇന്റെ ഉത്തരമാണ് ഇസ്രാ മിഅ്റാജ്. എന്താണ് ആ ദുആ? അല്ലാഹുവിന്റെ ഹബീബിന്റെ കാലിന്ന് ചോര വന്ന് രക്തമൊലിച്ചിരിക്കുകയാണ്, വിഷമിച്ചിരിക്കുകയാണ്. ഒരാൾ ആട്ടിയോടിക്കുക, അതിലും അപ്പുറം ശാരീരികമായും മാനസികമായും വേദനിപ്പിച്ചില്ലേ? അങ്ങനെ ഇരിക്കുമ്പോ നമ്മൾ ചിന്തിക്കാറുണ്ടോ, മുഅ്മിനീങ്ങൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലും വരില്ലേ? അള്ളാഹുവിന്റെ നബിയാൻ, ആകാശത്ത് നിന്ന് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹീയുമായി ഇറങ്ങുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയോ? തങ്ങൾക്ക് വിഷമം വന്നുകൊണ്ട് ഹബീബ് ഒരു ദുആ ചെയ്തു. അല്ലാഹുമ്മ ഇന്നി അശ്കൂ ഇലൈക ഖുവത ഹീലതി വഹവാനി അലന്നാസ്. പടച്ചവനെ, ഞാൻ നിസ്സാരമായി പോയല്ലോ റബ്ബേ. ഖുവത ഹീലതി ദുഅഫ ഹീലതി, എന്റെ എല്ലാ കഴിവും ദുർബലമാണല്ലോ പടച്ചവനെ. വദുഅഫി, ഞാൻ ഒന്നിനും പറ്റാത്ത സാധുവാണല്ലോ പടച്ചവനെ. ഇതൊക്കെ ഞാൻ നിന്നെ ബോധിപ്പിക്കുകയാണല്ലോ. ഒന്നുമില്ല പടച്ചവനെ, ജനങ്ങൾ എന്നെ ഓടിക്കുകയാണ്. എന്റെ നബിയാണ് ഞാനെന്ന് എനിക്കറിയാം, അല്ലേ? ഹബീബായ തങ്ങൾ പറയുന്നു, അഊദു ബിനൂരി വജ്ഹികല്ലദി അശ്റഖത് ബിഹിൽ ളുലുമാത്. അല്ലാഹുവേ, നിന്റെ വജ്ഹിന്റെ പ്രകാശം കൊണ്ടാണല്ലോ ഇരുട്ടുകൾ നീങ്ങി വെളിച്ചം പരക്കുന്നത്. ആ നിന്റെ വജ്ഹിനെ മുൻനിർത്തി ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവേ, അല്ലാ യൻസില അലയ്യ ഗളബ്. പടച്ചവനെ,
ഇല്ലം യകുൻ അലയ്യ ഗളബുൻ ഫലാ ഉബാലി. നിന്റെ ദേഷ്യം എന്നിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല പടച്ചവനെ, നീ എന്നോട് ദേഷ്യപ്പെടരുത് അല്ലാഹ്. നിന്റെ കോപം കൊണ്ടാണ് ഈ വന്നതെങ്കിൽ അല്ലാഹുവേ എനിക്കത് വിഷമുണ്ട് പടച്ചവനെ, നിന്നോട് ഞാൻ കാവൽ ചോദിക്കാൻ, നിന്റെ ദേഷ്യം എന്നിൽ ഇറങ്ങരുത് റബ്ബേ. മിനിങ്ങളെ നമ്മളൊക്കെ ആലോചിക്കണം. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാർ, നമ്മൾ സ്വലാത്തിന് പോകുന്ന ആൾക്കാർ, നമ്മൾ ദിക്റിന് കൂടുന്നവർ, നമ്മൾ ഖുർആൻ ഓതുന്നവർ, എല്ലാം ചെയ്തിട്ടും എന്താ പടച്ചവനെ എന്റെ കടം വീടിയിട്ടില്ല, എന്റെ കുട്ടിനെ കെട്ടിക്കാൻ പറ്റിയിട്ടില്ല, എന്റെ വീട് ആയിട്ടില്ല, എന്റെ അസുഖം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ രീതിയിൽ ഒരു ദുആ ചെയ്തു. പടച്ചവനെ നീ എന്നോട് ദേഷ്യപ്പെട്ടോ പടച്ചവനെ എന്ന് എനിക്ക് പേടി തോന്നുകയാണ്. തങ്ങൾ പറഞ്ഞു, അല്ലാഹ് നിന്റെ ദേഷ്യം എന്നിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല പടച്ചവൻ, ഞാൻ ഇതൊക്കെ സഹിക്കാം, നീ എന്നോട് കോപിക്കരുത് അല്ലാഹ്. ആ ഇടക്കാൻ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്രാഇന്റെ വിളിയുമായി വരുന്നത് നബിയെ, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലാഹു നിങ്ങളെ ഒരിക്കലും കൈവെടിഞ്ഞിട്ടില്ല നബിയെ. വമാ ഖലാ, അല്ലാഹു നിങ്ങളോട് പിണങ്ങിയിട്ടുമില്ല നബിയെ. അല്ലാഹുവിന് അങ്ങയോട് പിണക്കമില്ല നബിയെ. ഭൂമിയിലെ ആളുകൾക്ക് അങ്ങയെ വേണ്ടെങ്കിൽ അങ്ങ് ഇങ്ങോട്ട് പോരിൻ, ആകാശത്തുള്ളവർ അങ്ങയെ സ്വീകരിക്കാൻ ഒരുക്കമാ നബിയെ. ഭൂമി വിട്ട് ഇങ്ങ് എന്റെ അടുത്തേക്ക് പോരിൻ എന്ന് ആകാശലോകത്തേക്ക് ഹബീബിനെ വിളിച്ചുകൊണ്ടുപോയ യാത്രയാണ് ഇസ്രാ മിഅ്റാജ്. ഉമ്മുഹാനി ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴല്ലേ തങ്ങൾ പറയുന്നു, ബൈന യഖ്ലത്തിൻ വനൗം, തങ്ങൾ ഉറങ്ങല്ല ഉണർച്ചയിലുമല്ല, അതിന്റെ ഇടയില ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് വിളിക്കുന്നു. ഒന്ന് കാലിൽ തട്ടി, തങ്ങൾ ഒന്ന് ഉണർന്നു, ഒന്നും അറിഞ്ഞില്ല. പിന്നെയും പിന്നെയും തങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ മാറി. വീണ്ടും രണ്ടാമതും മൂന്നാമതും എന്നെ ഉണർത്തിയിട്ട് പറഞ്ഞു, തങ്ങൾ എഴുന്നേൽക്കും നബിയെ, അങ്ങ് എഴുന്നേറ്റ് ആ കഅബാലയം ഒരു 7 പ്രാവശ്യം തവാഫ് ചെയ്യുന്നു പറഞ്ഞു. രാത്രിയാണ്, യാത്രയുടെ ഒരുക്കമാണ്. കഅബ തവാഫ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. തവാഫ് ചെയ്തു കഴിഞ്ഞു. എന്നാൽ തങ്ങളൊന്ന് കിടക്കണം, തങ്ങളെ കൊണ്ടുപോയി അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുത്തെ പരിശുദ്ധ ഹൃദയം കീറുകയുണ്ടായി. ഇത് ഒന്നിലേറെ തവണ സംഭവിച്ചു. സ്വഹീഹായ ഹദീസുകൾ രേഖപ്പെട്ട് കിടക്കുന്ന സംഭവമാണ്. തങ്ങളുടെ ഹൃദയം ഒരു ശസ്ത്രക്രിയ, പക്ഷേ അവിടെ രക്തമില്ല, ആ കീറിയതിന്റെ അടയാളമില്ല. അത് കഴുകിയത് സംസമാണ്. സംസം വെള്ളം കൊണ്ട് കഴുകി ഫമലഅഹാ ഈമാനൻ വഹിക്മ, അതിന്റെ ഉള്ളിൽ തത്വജ്ഞാനവും ഇൽമും ഈമാനും നിറച്ചു വെച്ചു. അത് അടച്ചു വെച്ചു. തങ്ങൾ എഴുന്നേറ്റു. നബിയെ, ഇതാണ് വാഹനം ബുറാഖ്, അങ്ങ് കയറിക്കോളൂ. തങ്ങൾ ആ ബുറാഖിനെ സംബന്ധിച്ച് പറഞ്ഞു, എന്തൊരു മനോഹരമായ ദാബത്തുൻ ബൈളാ, നല്ല വെളുത്ത ഒരു മൃഗം. അങ്ങനത്തെ ഒരു മൃഗം തങ്ങൾ കണ്ടിട്ടേയില്ല. ഫൗക ഹിമാരിൻ വദൂന ബഗ്ല, ഒരു മ്യൂളിനേക്കാളും താഴെയും ഒരു ഡോങ്കിയേക്കാളും മുകളിലും നിൽക്കുന്ന അതിന്റെ ഇടയിലുള്ള ഒരു മൃഗം, അതിന്റെ ചിറകുകളുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കയറിക്കോളൂ നബി. ഹബീബിനെ കൊണ്ടുപോകാൻ പ്രത്യേക വാഹനം ഒരുങ്ങിയിരിക്കുക. അങ്ങനത്തെ ഒരു വാഹനം ലോകത്തൊരു നബിക്കും ഉണ്ടായില്ല. അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി മാത്രം. ഇതിന്റെ പുറത്ത് കയറി യാത്ര പോവുകയാണ്. എന്താണ് സംഭവിച്ചത്? അല്ലദീ അസ്റാ ബിഅബ്ദിഹി, അവിടുത്തെ ദാസരായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രി കൊണ്ടുപോയ അല്ലാഹു പരിശുദ്ധൻ തന്നെ. അസ്റാ, അല്ലാഹു കൊണ്ടുപോയതാണ്. നബി തങ്ങൾ പറഞ്ഞില്ല സറൈതു, ഞാനങ്ങ് പോയി എന്നല്ല, അല്ലാഹു കൊണ്ടുപോയതാണ്. അങ്ങനെ ഒരു യാത്രയിൽ സംശയിക്കേണ്ടവർ അല്ലാഹുവിനെ സംബന്ധിച്ചാ സംശയിക്കുന്നത്. തങ്ങളെ കൊണ്ടുപോയത് ആര്? അല്ലാഹു കൊണ്ടുപോയി എന്നാ ഖുർആൻ പറയുന്നത്. ഞാൻ പോയി എന്നല്ല തങ്ങൾ പറഞ്ഞത്, അല്ലാഹു കൊണ്ടുപോയി. അല്ലാഹു കൊണ്ടുപോയാൽ ആ കൊണ്ടുപോകലിന് എന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ എങ്കിൽ നിന്റെ സംശയം കുഫ്രിലാണ്, സ്ഥാനത്താണ്. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു കൊണ്ടുപോയതാണ്. അസ്റാ ബിഅബ്ദി, അവിടുത്തെ ദാസരെ കൊണ്ടുപോയി. അബ്ദ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അടിമ എന്നല്ലേ വാക്കിന്റെ അർത്ഥം. ഒരു അടിമ എന്ന് പറഞ്ഞ എന്താ? തന്റെ എല്ലാം തന്റെ ഉടമസ്ഥനുള്ളതാണ്. തന്റെ ആരോഗ്യവും താൻ സമ്പാദിക്കുന്നതും തന്റെ എല്ലാം ഉടമസ്ഥനാണ്. അവിടുത്തെ ദാസരെ കൊണ്ടുപോയി. ഇവിടെ എന്തെല്ലാം പ്രയോഗിക്കാമായിരുന്നു. അവിടുത്തെ ഹബീബിനെ കൊണ്ടുപോയി, അവിടുത്തെ റസൂലിനെ കൊണ്ടുപോയി, അള്ളാഹുവിന്റെ നബിയെ കൊണ്ടുപോയി എന്നൊക്കെ പറയാം. അതിന്റെ ഒക്കെ പകരം എടുത്തു വെച്ച വാക്കെന്താണ്? അബ്ദ്, ദാസൻ. ഒരു മനുഷ്യൻ എത്രത്തോളം ഉയർന്നാലും തങ്ങളെ കൊണ്ടുപോകുന്നത് 7 ആകാശങ്ങൾക്കപ്പുറത്തേക്കാണ്. എന്നാൽ പോലും അവിടുന്ന് അബ്ദാണ്, അള്ളാഹുവിന്റെ ദാസനാണ്.
ഇതൊരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വലിയൊരു പാഠമാണ്. ഒരാൾ എത്ര വലുതായാലും അല്ലാഹുവിന്റെ ദാസനാണ്. ആ ഒരു എളിമത്തരം, ആ ഒരു താഴ്മയും വിനയവും അത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉള്ളതിനോളം ലോകത്ത് ഒരാളിലും കാണപ്പെട്ടില്ലെന്ന് ചരിത്രം പറയുന്നു. തങ്ങൾ അത്തഹിയാത്തിൽ ഇരിക്കുന്ന രീതിയിൽ ഒരു പായയിൽ, ഒരു പുൽപ്പായയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴല്ലേ ഒരു മുശ്രിക്കത്തായ പെണ്ണ് ചോദിച്ചത്, ഇങ്ങനെ അടിമകളെപ്പോലെ ഇരിക്കുന്ന ആളാണോ ഈ നബി എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അന അബ്ദുൻ, ഞാനൊരു അടിമയാണ്. ആകുലു കമാ യഅകുലുൽ അബ്ദ്, ഒരു അടിമ തിന്നുന്ന പോലെ ഞാൻ തിന്നുന്നു. വയശ്റബു കമാ വഅശ്റബു കമാ യശ്റബുൽ അബ്ദ്, ഒരു അടിമ കുടിക്കുന്ന പോലെ ഞാൻ കുടിക്കുന്നു, ഞാൻ ദാസൻ തന്നെ എന്ന്. അടിമയാണ്, അല്ലാഹുവിന്റെ അടിമയല്ലേ, ഇതിനെന്താ പ്രശ്നം? അല്ലാഹുവിന്റെ മുമ്പിലെല്ലാം എന്റെ റബ്ബാണ് കൈകാര്യം ചെയ്യുന്നത്. അവൻ പറയുന്നതിന് വിധേയനാണ് ഞാൻ. ഇതാണ് അബ്ദ്. എത്ര വലുതായാലും അബ്ദ് തന്നെ, അല്ലാഹുവിന്റെ ദാസൻ തന്നെ. അല്ലാഹു നൽകുന്ന കഴിവുകളാണ്, പക്ഷേ ഉബൂദിയത്ത് അല്ലാഹുവിന് തന്നെ എന്നൊരു വലിയ അർത്ഥം പഠിപ്പിക്കാനാ ബിഅബ്ദിഹി എന്ന് അല്ലാഹു പ്രയോഗിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. കവികൾ പാടി, വമിമ്മാ സാദനി ഇസ്സൻ വമിമ്മാ സാദനി ഇസ്സൻ വതറബാ വകിത്തു ബിഅഖ്മുസി അത്ഉസ്സുറയ്യാ ദുഖൂലി തഹ്ത ഖൗലിക യാ ഇബാദി വഅൻ സയ്യർത അഹ്മദ ലീ നബിയാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി اللهم صل وسلم سيدنا محمد وبارك وسلم ومما زادني عزا وشرفا എനിക്ക് ഏറ്റവും വലിയ അഭിമാനം നൽകിയത്, എനിക്ക് ഏറ്റവും വലിയ ഉന്മേഷം തന്നതും ഏറ്റവും വലിയ എന്റെ മനസ്സിൽ സന്തോഷം തന്നത്, എന്റെ കാലിന്റെ ഉൾവശം കൊണ്ട് സുറയ്യ നക്ഷത്രത്തെ തട്ടുമാർ ഞാൻ അങ്ങ് ഉയർന്നു പോയതും, ദുഖൂലി തഹ്ത ഖൗലിക യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് അല്ലാഹു വിളിച്ച കൂട്ടത്തിൽ ഞാനും പെട്ടിട്ടുണ്ടല്ലോ. അത് മതി, ഇതാണ് എനിക്ക് സന്തോഷം തന്നത്. യാ ഇബാദി എന്ന് അല്ലാഹ് എന്റെ അടിമകളെ എന്ന് വിളിച്ചപ്പോ ഞാൻ നിന്റെ അടിമയാണ് അല്ലാഹ്. വഅൻ സയ്യർത അഹ്മദ ലീ നബിയാ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങളുടെ നബിയായി നീ നിയോഗിച്ചില്ലയോ പടച്ചവനെ. ഇത് രണ്ടും മതി ഞങ്ങൾക്ക് എമ്പാടും മഹത്വവും സന്തോഷവും കിട്ടാൻ. ഇത് മതി. എന്ത്? അബ്ദ് എന്ന പ്രയോഗം അല്ലാഹുവിന്റെ അബ്ദാണ്, അല്ലാഹുവിന്റെ ദാസനാണ്. അബ്ദ് എന്ന് അറബിയിൽ പറയുന്നത് ഇത് സ്വപ്നമാണോ അല്ലേ എന്നതിന്റെ മറുപടി ഈ വാക്കാണ്. ഇന്ന് ഒരാളും അങ്ങനെ ഇതൊരു സ്വപ്നമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ വിശ്വസിക്കാൻ പാടുള്ളതും അല്ല. ഇസ്രാ ശരീരവും റൂഹും കൊണ്ടുള്ളതാണ് അല്ലേ? ശരീരം നൽകുന്നത് ആരാ? അല്ലാഹുവാണ്. റൂഹ് നൽകുന്നതും അല്ലാഹുവാണ്. ശരീരവും റൂഹും കൂടെ കൂടിച്ചേരുമ്പോഴാണ് അബ്ദ് എന്ന് പറയാ. ഖുർആൻ പറഞ്ഞു, അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. അബൂജഹലിനെ സംബന്ധിച്ചുള്ള വാക്കാണത്. അറഅയ്തല്ലദീ യൻഹാ, ഒരാളെ കണ്ടില്ലയോ നബിയെ, അബ്ദൻ ഇദാ സ്വല്ലാ, എന്റെ അബ്ദ് നിസ്കരിക്കുമ്പോൾ ആ അബ്ദിനെ തടയാൻ വരുന്ന ആളെ കണ്ടില്ലേ? ആരായി അബ്ദ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അബ്ദ് എന്ത് ചെയ്യുന്നു? ഇദാ സ്വല്ലാ, നിസ്കരിക്കുക. നിസ്കരിക്കുന്നത് അബ്ദാണ്. നിസ്കരിക്കുന്നത് ആത്മാവാണോ? അല്ല, ശരീരവും ആത്മാവോ? രണ്ടും കൂടെ അല്ലേ? അപ്പോഴാണ് അബ്ദ് എന്ന് പറഞ്ഞത്. അസ്റാ ബി അബ്ദിഹി, അല്ലെങ്കിൽ അസ്റാ ബി റൂഹിഹി എന്നല്ലേ പറയാ. അസ്റാ ബി അബ്ദിഹി, അല്ലാഹുവിന്റെ ഹബീബിനെ ശരീരം കൊണ്ട് കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്. ലൈലൻ, രാത്രിയിൽ, രാത്രിയിലെ ഒരൽപ്പ സമയം എന്നറിയിക്കാൻ അസ്റാ എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി കൊണ്ടുപോയി. പിന്നെ ഒരു ലൈലൻ, ലൈൽ എന്ന് പറഞ്ഞ രാത്രി, അത് ലൈലൻ നഖിറയാണ്. അൽ എന്ന് ചേർത്തിട്ടല്ല വന്നത്. അല്ലില്ലാതെ ലൈലൻ, അൽ ലൈല എന്നല്ല, ലൈലൻ നഖിറയാണ്. നഖിറ ലിതഖ്ലീൽ, വളരെ കുറച്ച് എന്നർത്ഥം പറയാൻ നഖിറ ഉപയോഗിക്കും. ലൈലൻ, രാത്രിയിലെ ഒരൽപ്പസമയം. ഒരൽപ്പസമയം എന്തിനു വേണ്ടി വന്നു? ഒരൽപ്പസമയം എന്തിന്? അതും വേണ്ടല്ലോ.
എന്നൊക്കെ ഐൻസ്റ്റൈന്റെ തിയറി ഒക്കെ വെച്ച് നോക്കിയാൽ മനുഷ്യൻ പോകുന്ന വേഗത, വെലോസിറ്റിയും മനുഷ്യൻ പോകുന്ന വേഗതയും ദൂരവും തമ്മിൽ കണക്കുകൂട്ടിയാൽ വേഗത വർദ്ധിക്കുന്നതിനനുസരിച്ച് സമയം പിറകോട്ട് സഞ്ചരിക്കുന്ന, സമയം റിവേഴ്സ് സഞ്ചരിക്കുന്ന, പ്രകാശത്തിന്റെ വേഗതയെക്കുറിച്ച് അവരൊക്കെ പറഞ്ഞു. അതിനപ്പുറമുള്ള വേഗത അള്ളാഹുവിന്റെ ഖജനാവിൽ ഉണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഹബീബിനെ കൊണ്ടുപോയെങ്കിൽ ആ യാത്രക്ക് സമയത്തിന്റെ ആവശ്യം വന്നില്ല. പിന്നെ എന്തിനാണ് ആ ലൈലൻ, കുറച്ചു നേരം എന്തിനാ? ആ യാത്രക്ക് സമയം വേണ്ടി വന്നിട്ടില്ല. പക്ഷേ യാത്രയിൽ ഒരുപിടി ആളുകളെ തങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് ആളുകളുമായി തങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, ഒരുപിടി സംഭവങ്ങൾ തങ്ങൾ നോക്കി കണ്ടിട്ടുണ്ട്. ഇതിന് സമയം വേണ്ടി വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. സമയം തങ്ങളുടെ മെഹറാജിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കണക്കിൽ സെക്കൻഡുകളുടെ ഉള്ളിൽ എത്ര ചെറുതാക്കാമോ അതിന്റെ താഴേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിന് കഴിയും. എവിടെന്നാണ് ഈ കൊണ്ടുപോയത്? 2 പള്ളികളെ ബന്ധിപ്പിക്കുകയാണ്. ഒന്ന് മിനൽ മസ്ജിദിൽ ഹറാം, ശുദ്ധമായ കഅബാലയം നിലകൊള്ളുന്ന കഅബക്ക് ചുറ്റുമുള്ള പള്ളിക്കാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുക. അല്ലാഹുവിന്റെ പരിശുദ്ധ പള്ളി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഹറാമിൻ എന്ന വാക്കിന് 2 അർത്ഥമുണ്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഹറാം എന്ന് പറഞ്ഞാൽ പ്രോഹിബിറ്റഡ്, പാടില്ലാത്തത്, ഹറാമായത് എന്നർത്ഥം നമ്മളൊക്കെ പരിചയിച്ചു പോന്നിട്ടുള്ള വാക്ക്. ആ ഹറാമിന് തന്നെ സൈക്രഡ്, വളരെ പരിശുദ്ധമായത് എന്നും അർത്ഥമുണ്ട്. അൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ പള്ളി എന്നാണ് ആ ഹറാമിന്റെ അർത്ഥം. അവിടുന്ന് കൊണ്ടുപോയി. മസ്ജിദ് എന്നത് സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിനാണ് മസ്ജിദ് എന്ന് പറയാം. സുജൂദ് ചെയ്യുന്നിടത്തിനാണ് മസ്ജിദ് എന്ന് പറയാം. അത് നമ്മൾ പള്ളി എന്ന് പറയും. പള്ളി അല്ലാത്തതും മസ്ജിദ് ഉണ്ട്. ഒരു റൂം, ഒരു മുസല്ല, നിസ്കരിക്കാനുള്ള ഒരു ഇടത്തിനും മസ്ജിദ് എന്ന് പറയാം. പക്ഷെ അത് ഇഅ്തികാഫ് കിട്ടുന്ന സ്ഥലമാവണമെന്നില്ല. മസ്ജിദായി വഖഫ് ചെയ്യപ്പെടുന്നത് പള്ളി എന്ന് നമ്മൾ വിളിക്കും. അല്ലാത്തത് ഒരു പ്രയർ റൂം, നിസ്കാരത്തിന്റെ മുറി എന്നാണ്. അൽ മസ്ജിദുൽ ഹറാം, അത് അല്ലാഹു എന്റെ പള്ളി എന്ന് പറഞ്ഞ അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ പള്ളിയാണ് മസ്ജിദുൽ ഹറാം. സുബ്ഹാനല്ലാഹ്. ലോകത്തെ എല്ലാ പള്ളികളും അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയത് തന്നെ. പക്ഷേ മക്കയിലെ പള്ളി അത് പവിത്രമാണെന്ന് പറഞ്ഞത് ആരാണ്? അല്ലാഹുവാണ്. സുബ്ഹാനല്ലാഹ്. ഭൂമിയിൽ മനുഷ്യൻ അല്ലാഹുവിന് വേണ്ടി ഉണ്ടാക്കുന്ന പള്ളികൾ പവിത്രമാണെന്ന് നമ്മൾ നിശ്ചയിച്ചു. അല്ലാഹുവിന് വേണ്ടി പവിത്രമാണെന്ന് മക്കയിലെ പള്ളി അല്ലാഹു തആല പള്ളിയാണെന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ മനുഷ്യൻ അല്ലാഹുവിന് വേണ്ടി ഉണ്ടാക്കുന്ന പള്ളികൾക്ക് ഖിബില അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ പള്ളിയാകണമെന്ന് അല്ലാഹു നിശ്ചയിച്ചു. അതുകൊണ്ട് നമ്മൾ ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്നു. നമ്മൾ അല്ലാഹുവിന് വേണ്ടി ഉണ്ടാക്കുന്ന പള്ളികൾ, ആ പള്ളികളുടെ ഖിബില അല്ലാഹുവിലേക്ക് ചേർത്തി പറഞ്ഞ പള്ളിയാണ്. അതാണ് മസ്ജിദുൽ ഹറാം. 1,00,000 നിസ്കാരത്തിന്റെ കൂലിയുള്ള പള്ളി. അവിടുന്ന് എങ്ങോട്ട്? ഇലൽ മസ്ജിദിൽ അഖ്സാ, the farthest mosque, ഏറ്റവും ദൂരത്തുള്ള പള്ളിയിലേക്ക്. അത് ഖുർആനിന്റെ ഈ പ്രയോഗം മുതലാണ് മസ്ജിദുൽ അഖ്സാക്ക് അങ്ങനെ ഒരു പേരെന്നെ വന്നു. അന്ന് ജെറൂസലേമിലെ പള്ളി എന്നേ പറയൂ. മസ്ജിദ് ഈലിയ, ഈലിയ എന്നാണ് ജെറൂസലേമിന്റെ ആദ്യത്തെ പേര്. ഈലിയയിലെ പള്ളി, അല്ലെങ്കിൽ അൽ ബൈത്തുൽ മുഖദ്ദസ്, ദ സൈക്രഡ് മോസ്ക്, ദ സൈക്രഡ് സാങ്ച്വറി, പരിശുദ്ധമായ പള്ളി, അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് അൽ മസ്ജിദുൽ അഖ്സ എന്ന് അല്ലാഹു പുതിയൊരു പേര് വെച്ചു കൊടുത്തു. ഏറ്റവും ദൂരത്തുള്ള പള്ളി. അങ്ങനെ വന്നപ്പോ ഏറ്റവും ദൂരം എന്ന പ്രയോഗം സൂപ്പർലറ്റീവാണ് അല്ലെ? പോസിറ്റീവ്, കമ്പാരിറ്റീവ് ആൻഡ് സൂപ്പർലറ്റീവ്. ദൂരം, അതിനേക്കാൾ ദൂരം, ഏറ്റവും ദൂരം. മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മക്കയിൽ നിന്ന്, അറേബ്യൻ ഭൂഖണ്ഡത്തിന്റെ, അറേബ്യൻ പെനിൻസുലയുടെ ഈസ്റ്റ് സൗത്തിൽ കിടക്കുന്ന മക്കയിൽ നിന്ന് നോർത്ത് വെസ്റ്റിന്റെ അങ്ങേയറ്റം കിടക്കുന്ന മസ്ജിദുൽ അഖ്സ, മക്കയിൽ നിന്ന് നോക്കിയാൽ അത് ഏറ്റവും ദൂരത്തുള്ള പള്ളിയാണ്. അങ്ങനെ വന്നാൽ ഏറ്റവും ദൂരം ഒരു പള്ളി എന്ന് അല്ലാഹു പറയുമെങ്കിൽ അതിന്റെ ഇടക്ക് ദൂരമുള്ള ഒരു പള്ളി വരാനുണ്ട് എന്ന് ഈ വാക്കിൽ സൂചനയെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. ആ പള്ളി ഏതാണ്? മസ്ജിദ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മസ്ജിദുൻ നബവിയാണ്. മക്കയുടെയും മദീനത്തിന്റെയും, മക്കയുടെയും മസ്ജിദുൽ അഖ്സയുടെയും ഇടയിൽ അൽ മസ്ജിദുൽ ഖസീ. ഖസീ എന്ന് പറഞ്ഞാൽ ദൂരമുള്ളത്, അൽ അഖ്സ ഏറ്റവും ദൂരമുള്ള. ഏറ്റവും ദൂരമുള്ളത് എന്ന് വരികയാണെങ്കിൽ അതിന്റെ ഇടക്ക് ദൂരമുള്ള ഒരു പള്ളി വേറെ വരാനുണ്ട്. ഇത് ഏറ്റവും ദൂരമുള്ളതാണ്. ആ പള്ളിയായിരുന്നു അല്ലാഹുവിന്റെ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന ഇന്നത്തെ മസ്ജിദുൻ നബവി. അങ്ങനെ ഒരു പള്ളി അതിന്റെ ഇടക്ക് വരാനുണ്ട് എന്ന് അഖ്സ എന്ന ഒരൊറ്റ വാക്കിൽ അർത്ഥം കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്. അഖ്സ ഏറ്റവും ദൂരം. അപ്പൊ കുറച്ചു ദൂരമുള്ളതിന്റെ ഇടയിൽ വരണം.
ഇസ്രായിന്റെ ഹദീസിലുണ്ടല്ലോ, ജിബ്രീൽ അലൈഹിസ്സലാം തങ്ങളോട് പറയുന്ന നബിയെ കയറിക്കോളൂ. തങ്ങൾ കയറിയിരുന്നു അല്ലേ? പോവുകയാണ്. പോകുമ്പോ അബവാ കഴിഞ്ഞ് മദീനയുടെ അടുത്തുനിന്ന് യസ്രിബാണ് മദീന. അവിടേക്ക് എത്തിയപ്പോൾ ഇൻസിൽ യാ മുഹമ്മദു, നബിയെ ഇവിടെ അങ്ങ് താഴെയിറങ്ങിയിട്ട് ഫസല്ലി റകഅത്തൈൻ, 2 റകഅത്ത് നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിച്ചു. ആ നിസ്കരിച്ച ഇടമാണ് ഇന്നത്തെ മസ്ജിദുൻ നബവിയായി കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി. അവിടെ നിന്ന് നിസ്കരിച്ച ഈ 2 റകഅത്തിന്റെ സ്ഥലമാണ്. അവിടെ നിസ്കരിച്ചു. അതിനൊക്കെ സമയം വേണ്ടി വന്നത്. നിസ്കാരം കഴിഞ്ഞു, കയറി പോവുകയാണ് നബിയെ. പിന്നെയും പോയി മഹാനായ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികത്തുകൂടെ പോയി. റഅയ്തു മൂസ യുസല്ലി ഫീ ഖബ്രി, മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? മരിച്ചുപോയ മഹാനായ മൂസ നബി അലൈഹിസ്സലാം ഖബറിൽ ഖബർ എന്ന് പറഞ്ഞ് ഇടുങ്ങിയ സ്ഥലം, അവിടെ ഇരിക്കാൻ സ്ഥലമുണ്ടോ? ഇല്ല. അതിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് സ്വഹീഹായ ഹദീസിൽ വന്ന സംഭവമാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്ന വഴിക്ക് ജോർദാൻ കഴിഞ്ഞു വേണം ജെറൂസലേമിന്റെ വഴിയിലേക്ക് കടക്കാൻ. അവിടെ ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ നാടുണ്ട് മദിയൻ. മദീനയിൽ എത്തിയപ്പോ പറഞ്ഞു, ഇൻസിൽ യാ മുഹമ്മദു, നബിയെ അങ്ങ് ഇവിടെയും ഇറങ്ങണം. ഫസല്ലി റകഅത്തൈൻ, 2 റകഅത്ത് നിസ്കരിച്ചു പോകണം. ഇത് ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ നാടാണ്. അവിടെ ഇറങ്ങി 2 റകഅത്ത് നിസ്കരിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയുണ്ട് ഫമറു ബിഖബരി മാഷിത ബിൻതി ഫിർഔൻ, ഫിർഔനിന്റെ മകൾക്ക് മുടിവാർന്നു കൊടുത്തിരുന്ന മാഷിത ബീവി എന്ന് ചരിത്രം പറയുന്ന മുടിവാർന്നു കൊടുത്തിരുന്ന ഒരു മഹദി, അവർ മുസ്ലിമത്താണ്. ആ മഹദിയുടെ ഖബറിന്റെ അരികിൽ എത്തിയപ്പോ തങ്ങൾ കാണിച്ചു കൊടുത്തു തങ്ങൾക്ക്, നബിയെ ഇത് മാഷിത എന്നവരുടെ ഖബറാണ്. വലിയ ഈമാനിന്റെ പ്രതീകമായിരുന്നു മാഷിത റളിയല്ലാഹു അൻഹ. ഫിർഔന്റെ കാലത്ത് കഴിഞ്ഞു പോയ പെണ്ണാണ്. അവരുടെ ഫിർഔനിന്റെ മകൾക്ക് മുടിവാർന്നു കൊടുത്തപ്പോ ചീർപ്പ് കയ്യിൽ നിന്ന് വീണപ്പോ അത് എടുത്തപ്പോ ബിസ്മില്ലാഹ് എന്ന് പറഞ്ഞതാ പ്രശ്നമായത്. ബിസ്മില്ലാന്നോ, അള്ളാന്റെ നാമത്തിലോ? മകള് ചോദിച്ചു, ഫിർഔനിന്റെ മകൾ, എന്റെ വാപ്പയല്ലാതെ ഒരു ദൈവം നിങ്ങൾക്കുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ അവരെയും മക്കളെയും തിളച്ച വെള്ളത്തിലിട്ട് ശിക്ഷിച്ച വലിയ സംഭവം, ദാരുണമായ സംഭവം. അവസാനം എല്ലാ മക്കളെയും ഒന്നൊന്നായി തിളച്ച വെള്ളത്തിൽ എറിഞ്ഞു. നീ ഇസ്ലാമിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഇതാണ് നിന്റെ അവസ്ഥയെന്ന് പറഞ്ഞു. തന്റെ ചെറിയൊരു ഒരു ചെറിയ ചോരക്കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ പോലും കൈവിടാതെ നിന്നപ്പോ ഒരൽപ്പം ഈ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഈ വെള്ളത്തേക്ക് ചാടണോ എന്ന് ആലോചിച്ചപ്പോ കൊച്ചുപ്രായത്തിൽ സംസാരിച്ച കുട്ടികളിൽ ഒരു കുട്ടി മാഷിത്ത എന്നവരുടെ മകളാണെന്ന് ചരിത്രം രേഖപ്പെടുത്തി. ഉമ്മ, അങ്ങ് സത്യത്തിലാണ് ഉമ്മ, ധൈര്യമായി ചാടിക്കോളൂ ഉമ്മ, ദുന്യാവിലെ ഒന്നുമല്ല, ആഖിറത്തിലേക്കുള്ള വേദന നോക്കിയാൽ ചാടിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചാടി ഷഹീദത്തായ മഹദിയാൻ മാഷിത്ത റളിയല്ലാഹു അൻഹ. അവരുടെ ഖബറും കാണിച്ചു കൊടുത്തു, നബിയെ ഇത് മാഷിത്ത ബീവിയുടെ ഖബറാണ്. ഇതൊക്കെ കണ്ടിട്ടാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുന്നത്. മസ്ജിദുൽ അഖ്സ, അൽ അഖ്സ പള്ളി ഏറ്റവും ദൂരത്തുള്ള പള്ളി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലദീ ബാറക്നാ ഹൗല, ആ പള്ളിക്ക് ചുറ്റും നമ്മൾ ബറക്കത്ത് ചെയ്തിട്ടുണ്ട്. അതിന്റെ ചുറ്റും ബറക്കത്തുണ്ടെങ്കിൽ ആ പള്ളിയിലെ ബറക്കത്ത് എത്രയാണ്? ഇതാണ് ചിന്തിക്കേണ്ടത്. ഒരു മനുഷ്യന്റെ പരിസരങ്ങളൊക്കെ ഉഷാറാന്ന് പറഞ്ഞാൽ അയാൾ നിൽക്കുന്ന ആ ഇടം അതിലേറെ ഉഷാറെന്ന അർത്ഥത്തിലാണ്. ബാറക്നാ ഹൗല, ആ പള്ളിക്ക് ചുറ്റുമുള്ളവർക്ക് പോലും ബറക്കത്ത് കിട്ടും. കാരണം അമ്പിയാക്കന്മാർ ഒരുപാട്, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം, അവർക്ക് മുമ്പ് ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, യാക്കൂബ് അലൈഹിസ്സലാം, യൂസുഫ് അലൈഹിസ്സലാം, ഇവരൊക്കെ വന്നത് എവിടെയാണ്? ഫലസ്തീനിലാണ്. ഇവരൊക്കെ വന്നത് ഫലസ്തീനിലാണ്, ജെറൂസലേമിലാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജന്മനാട് ബത്ലഹേമും ബൈത്തുൽ ലഹമും കാണിച്ചു കൊടുത്തിട്ടുണ്ട് നബി തങ്ങൾക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. മിഅ്റാജിന്റെ രാവിൽ എന്ന ഹദീസിൽ കാണുന്നു, മിഅ്റാജിന്റെ രാവിൽ തങ്ങൾ പോയി ഇസ്രാഇന്റെ സമയത്ത്, നബിയെ ഇത് ഈസാ നബി അലൈഹിസ്സലാമിനെ പ്രസവിക്കപ്പെട്ട ഇടമാണ്, ബൈത്തുൽ ലഹം. മുഅ്ജിസത്തല്ലേ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ജനനം തന്നെ. ആ ഒരു സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തുകയാണ്. ബൈത്തുൽ മുഖദ്ദസ് നമുക്കൊക്കെ ഇങ്ങനെ മനസ്സിലൊരു ചിത്രം ഇങ്ങനെ തെളിയുന്നുണ്ട് അല്ലേ? ബൈത്തുൽ മുഖദ്ദസ് ചിലയിടങ്ങളിലൊക്കെ ചിത്രം കണ്ടിട്ടുണ്ടാവും, ചുമരുമ്മലൊക്കെ ബൈത്തുൽ മുഖദ്ദസ്. ആ ചിത്രത്തിൽ കാണുന്ന പള്ളിയുടെ ഖുബ്ബയുടെ നിറം ഒരു സ്വർണ്ണ കളറാണ് എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുവെങ്കിൽ ഒന്ന് കൈപൊക്കിയാട്ടെ. നിങ്ങളുടെ മനസ്സിലുള്ള ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ആ ഖുബ്ബ അങ്ങനെ സ്വർണ്ണ കളറാണ് അല്ലെ? ആ ഒരു പള്ളി ഇങ്ങനെ മനസ്സിൽ വരും. അൽഹംദുലില്ലാഹ്. സ്വർണ്ണ കളർ അല്ല, അതൊരു ഗ്രേ കളറോ ഒരു ഡാർക്ക് കളറോ ആണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? നമ്മൾ 3 ആളേ ഉള്ളൂ.
അതാണ്. ആ സ്വർണ്ണക്കളറുള്ളതല്ല മസ്ജിദുൽ അഖ്സ. സ്വർണ്ണക്കളറുള്ളത് ഖുബ്ബത്തു സഖ്റയാണ്, ഡോം ഓഫ് റോക്ക്. ആ സ്വർണ്ണക്കുബ്ബയ്ക്ക് താഴെ ഒരു പാറയുണ്ട്. ആ പാറയുടെ മുകളിൽ നിന്നാണ് മിഅ്റാജ് സംഭവിച്ചത്. അതിന്റെ മുകളിലെടുത്ത പള്ളിയാണ് ഇന്ന് പലരും ബൈത്തുൽ മുഖദ്ദസ് എന്ന് വിചാരിക്കുന്ന ആ സ്വർണ്ണക്കുബ്ബയും. അതല്ല ബൈത്തുൽ മുഖദ്ദസ്. അതിന്റെ ഉള്ളിലുള്ള നിസ്കാരത്തിനല്ല 100 നിസ്കാരത്തിന്റെ കൂലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിന്റെ ഉള്ളിലാണ് മിഅ്റാജിന്റെ പാറ കിടക്കുന്നത്. അവിടെയാണ്. അതേ കോമ്പൗണ്ടിലാണ് മസ്ജിദുൽ അഖ്സ കിടക്കുന്നത്. ഒരു ഗ്രേ കളറാണ്, ഇന്ന് ഡാർക്കായിട്ട് കാണും, ഇന്നും കാണും. മസ്ജിദുൽ അഖ്സ സെയിം കോമ്പൗണ്ടിലാണ്. പഴയ പള്ളിയാണ്. ഒരു ചാരനിറത്തിലുള്ള കുബ്ബയുള്ള, ഒരു കറുത്ത കുബ്ബ പോലെ തോന്നിക്കുന്ന, അതാണ് മസ്ജിദുൽ അഖ്സ. അൽ ഹൈക്കലു സുലൈമാനി, ദ ടെമ്പിൾ ഓഫ് സോളോമൻ എന്നൊക്കെ ജൂതന്മാർ വിളിക്കുന്ന ഹൈക്കലു സുലൈമാനി മസ്ജിദുൽ അഖ്സ ആ പള്ളിയാണ്. മൈമൂന ബീവി റളിയല്ലാഹു അൻഹാ നബി തങ്ങളോട് ചോദിച്ചില്ല, നബിയെ സിഫ് ലനാ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് എന്താണെന്ന് നബിയെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിന്റെ ബർക്കത്തുള്ള തുർബത്താണ്, ബർക്കത്തുള്ള മണ്ണാണത്. അവിടെ സ്വലാത്തുൻ ഫീഹാ, അവിടെ ഒരു നിസ്കാരം തഅദിലു അൽഫ സ്വലാ, 1000 നിസ്കാരത്തിന് തുല്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ 100 നിസ്കാരത്തിന് തുല്യമാണെന്ന് വന്നു. 1000 നിസ്കാരത്തിന് തുല്യമാണ്, അവിടേക്ക് പോകണം എന്നൊക്കെ തങ്ങൾ വല്ലാതെ പറഞ്ഞപ്പോ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയെ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനും കഴിഞ്ഞില്ലെങ്കിലോ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ പറഞ്ഞു, അവിടേക്ക് ഒരു വിളക്കോ ആ വിളക്ക് കത്തിക്കപ്പെടാനുള്ള സൈത്തോ ഒരു എണ്ണയോ നിങ്ങൾ ദാനം ചെയ്താൽ ഫകമാ സ്വല്ലൈതി ഫീ, അവിടെ നിങ്ങൾ നിസ്കരിച്ചതിന് തുല്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളികളിലേക്ക് എണ്ണയും കത്തിക്കാനുള്ള വിളക്കുകളൊക്കെ ദാനം ചെയ്യുന്ന ഒരു ശീലം നമ്മുടെ നാട്ടിലൊക്കെ പഴയ പള്ളികൾക്കുണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഹദീസിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷൻ ആയിരിക്കണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മസ്ജിദുൽ അഖ്സയിലേക്ക് കത്തിക്കാൻ എണ്ണയോ വിളക്കോ നിങ്ങൾ കൊടുത്തയക്കുകയെങ്കിലും ചെയ്യണമെന്ന് മൈമൂന ബീവി റളിയല്ലാഹു അൻഹയോട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിലേക്ക് തങ്ങൾ ചെല്ലുമ്പോ പള്ളി ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അമ്പിയാക്കന്മാരുടെ തലപ്പാവ് ധരിച്ച പള്ളി മുഴുവൻ മിഡ് നൈറ്റ്, രാത്രി 1 മണിയോ 2 മണി നേരമെന്ന് വിചാരിക്കാം. 1400 കൊല്ലങ്ങൾക്കപ്പുറം ഈലിയായിലെ മസ്ജിദുൽ അഖ്സയിൽ പള്ളിയുടെ കവാടം തുറന്നു കൊടുക്കുന്ന അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നോക്കുമ്പോ പള്ളിയിൽ കാലുകുത്താൻ ഇടമില്ലാത്ത വിധം പള്ളി നിറഞ്ഞിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ആരാണ് വന്നിരിക്കുന്നത്? ആരാണിത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. സൂറത്തു സുഖ്റുഫിലെ 45-ാമത്തെ ആയത്തിൽ കാണാൻ കഴിയും. ആ കാര്യം നടന്നത് ഇവിടെയാണ്. എന്താണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ واسأل من أرسلنا من قبلك من رسلنا أجعلنا من دون الرحمن آلهة يعبدون. നബിയെ വസ്അൽ, അങ്ങ് ചോദിക്കണം, മൻ അർസൽനാ മിൻ ഖബ്ലിക്, അങ്ങയുടെ മുമ്പ് നാം നിയോഗിച്ചിട്ടുള്ള മുർസലീങ്ങൾ, മിർ റുസുലിനാ, അങ്ങയുടെ മുമ്പ് എത്രയോ പ്രവാചകന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട് നബിയെ, അവരോട് നിങ്ങളൊന്ന് ചോദിക്കണം. എന്ത്? റഹ്മാനായ അല്ലാഹു അല്ലാതെ ആലിഹത്ത് അവർക്കുണ്ടായിരുന്നുവോ എന്ന്. ഇല്ല, അവരൊക്കെയും തൗഹീദിന്റെ ആളുകളായിരുന്നു. ഇത് അങ്ങ് മുർസലീങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കണം നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ. ഇവിടെ മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇതെങ്ങനെ സാധ്യമാകും? മരിച്ചുപോയ മുർസലീങ്ങളെ എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണും? അവർ കണ്ടംപററി അല്ലല്ലോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ കാലത്ത് മറ്റൊരു നബിയുണ്ടോ? ഇല്ല. തങ്ങളുടെ തൊട്ടുമുമ്പ് കഴിഞ്ഞു പോയ നബിയാണ് മഹാനായ ഈസ നബി അലൈഹിസ്സലാം. ഈസ നബിയും നമ്മുടെ നബിയും തമ്മിൽ 5 നൂറ്റാണ്ടിന്റെ വ്യത്യാസമുണ്ട്, 500 കൊല്ലത്തെ വ്യത്യാസമുണ്ട്. അള്ളാഹു പറഞ്ഞതോ ചോദിക്കുക. ഖുർആൻ അതൊരു മെറ്റഫറായിട്ട് ഉപയോഗിക്കോ? ഒരു ആലങ്കാരിക പ്രയോഗമായിരിക്കണോ അത്? നമ്മളങ്ങ് ചോദിച്ചു നോക്കി. അങ്ങനെയെങ്കിൽ മറ്റെന്തെല്ലാമാകാം. ഈ ചോദ്യം, ഇങ്ങനെ ഒരു ചോദ്യം നടക്കണമെങ്കിൽ മരിച്ചുപോയ കഴിഞ്ഞുപോയ മുൻഗാമികളായ അമ്പിയാക്കന്മാരെ നേരിട്ട് കാണണം. ആധുനിക മുഫസ്സിരീങ്ങളിൽ അടുത്ത കാലത്ത് മരിച്ചുപോയ മഹാനായ മുതവല്ലി ഷഅറാവി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആയത്തിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇസ്രാഇന്റെ രാവിൽ
ആയിരക്കണക്കിന് അമ്പിയാക്കന്മാർ മസ്ജിദുൽ അഖ്സയിൽ ഒരുമിച്ചുകൂടിയ ആ ഒരുമിച്ചുകൂടലിലാണ് അമ്പിയാക്കന്മാരെ കാണാനും നേരിട്ടവരോട് മുസാഫഹത്ത് ചെയ്യാനും സംവദിക്കാനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധിച്ചത്. അത് സൂറത്ത് സുഖ്റുഫിലെ 45-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞതിന് അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എല്ലാവരും ഇരിക്കുകയാണ്, ഒരാളെ കാത്തിരിക്കുന്നു. ആരാണ് വരേണ്ടത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് മെഹ്റാബിലേക്ക് നടക്കുകയാണ്. അമ്പിയാക്കന്മാർ മുഴുവനും അവിടെ ഇരിക്കുന്നുണ്ട്. എല്ലാവരും ഈസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, മൂസ ഇവരൊക്കെ അവിടെ ഉണ്ട്. എല്ലാവരും അമ്പിയാക്കന്മാർ, പ്രധാനികളായ മുഴുവൻ അമ്പിയാക്കന്മാരും അവിടെ ഉണ്ട് എന്നാണ്. തങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കാൻ. അവിടുത്തെ ഏറ്റവും വലിയ സംഭവം അതാണ്. 2 റക്അത്ത് അല്ലാഹുവിന് വേണ്ടി. ഈ അമ്പിയാക്കന്മാരാണ് അവരുടെ രാജ്യക്കാരായ മുഴുവൻ മനുഷ്യരുടെയും പ്രതിനിധികളായി നിൽക്കുന്നത്, അല്ലേ? അവരുടെ രാജ്യക്കാരെ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ വന്ന നബിമാരാണ്. ഈ ഇമാമ് നിൽക്കുന്ന നബിയോ ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞു കൊടുക്കാനും ആഖിറം എന്താണെന്ന് പഠിപ്പിക്കാനും വന്ന നബിയാണ്. സർവ്വ മനുഷ്യർക്കും വേണ്ടി ഖലീഫമാരായി അമ്പിയാക്കന്മാർ മുഴുവനും പ്രതിനിധികളായി അല്ലാഹുവിന്റെ ആ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. നിസ്കരിച്ചു കഴിഞ്ഞപ്പോ തങ്ങൾക്ക് കുടിക്കാൻ 2 വെള്ളം കൊണ്ടുവന്നു. ഒന്ന് ഖംറുൻ മിൻ ഖുമൂരിൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ മദ്യത്തിൽപ്പെട്ടൊരു അത് മദ്യം പോലും ഹറാമാക്കപ്പെടുന്നതിന്റെ മുമ്പാണ്. മദ്യം ഹറാമായത് തന്നെ മദീന കാലഘട്ടത്തിൽ വെച്ചാണല്ലോ. ആ സമയത്താണ്. പക്ഷെ അത് സ്വർഗത്തിലെ മദ്യമാണ്. കുഴപ്പം തന്നെ ഇല്ലായിരുന്നു. തങ്ങൾക്ക് കൊടുത്തത് 1 ഗ്ലാസ് പാല്, ഒരു ഖംർ, 1 ഗ്ലാസ് ഖംർ. സ്വഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും ഒക്കെ ഉള്ള ഹദീസാണിത്. തങ്ങളോട് പറഞ്ഞു, നബി അങ്ങൊന്ന് എടുത്ത് കുടിച്ചോളൂ എന്ന് പറഞ്ഞു ജിബ്രീൽ അലൈഹിസ്സലാം. തങ്ങൾ പാലെടുത്തു. തങ്ങളത് കയ്യിലേക്ക് എടുത്തപ്പോഴും ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ ഇഖ്തർതൽ ഫിത്ര, ഇത് അല്ലാഹുവിന് ഇഷ്ടമുള്ളതാണ് നബിയെ അങ്ങ് തിരഞ്ഞെടുത്തത്. അങ്ങ് മദ്യമാണ് തെരഞ്ഞെടുത്തിരുന്നത് എങ്കിൽ അങ്ങയുടെ ഉമ്മത്തികൾ മുഴുവനും വഴിതെറ്റിപ്പോയേനെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. പാല് അല്ലാഹുവിന് ഇഷ്ടമാണ്. അതിൽ നറിഷ്മെന്റ് ഉണ്ട്, പോഷണമുണ്ട്. ജനിച്ചു വീഴുന്ന കുട്ടിയുടെ വായിലൂടെ ആ കുഞ്ഞിന്റെ വയറ്റിലേക്ക് ചേരുന്ന ആദ്യത്തെ ഭക്ഷണം ഉമ്മയുടെ അമ്മിഞ്ഞയാണ്, ഉമ്മയുടെ പാലാണ്. പാലാണ് മനുഷ്യന്റെ ശരീരത്തിൽ ആദ്യം അല്ലാഹു നൽകുന്ന ഭക്ഷണവും അതാണ്. നോക്കണം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ലഹരി നമുക്ക് വേണ്ട, അത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അല്ലാഹുവിനത് ഇഷ്ടമല്ല. പരിപോഷണമുള്ള എത്രയോ പാനീയങ്ങൾ അല്ലാഹു വെച്ചിരിക്കെ ഹറാമിലേക്ക് എങ്ങനെ മനുഷ്യന് പോകാൻ കഴിയും? വലിയൊരു ദൗത്യം. ആ ഒരു ദൗത്യത്തിൽ ഏറ്റവും വലിയൊരു സംഭവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിച്ചത് ഈ പാഠങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവിടെ മിഅ്റാജിന്റെ ഇസ്രാഇന്റെ സംഭവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യോദ്ധാക്കൾക്ക്, ശുഹദാക്കൾക്ക് നൽകുന്ന പ്രതിഫലം കാണുകയുണ്ടായി. അത് ഇസ്രാഇന്റെ യാത്രയിലാണ്. ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ വിളവെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. വിളവെടുക്കുന്നു. ആ വിളങ്ങ് കൊടുത്തു കൂട്ടുമ്പോഴേക്കും അടുത്ത ചെടികൾ റെഡിയായി അത് മുറിച്ചെടുക്കുന്നു. അപ്പോഴേക്കും അടുത്തത്. ഇങ്ങനെ തുടർച്ചയായി വിളവെടുപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, യാ ജിബ്രീൽ, ഇവരാരാണ്? എന്താണ് ഇവർ ചെയ്യുന്നത്? ഇവര് അല്ലാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്ന യോദ്ധാക്കളാണ് നബിയേ. അവർക്ക് അല്ലാഹു നൽകുന്ന പ്രതിഫലം ഒരിക്കലും അവസാനിക്കാത്ത അനന്തമായ പ്രതിഫലം അല്ലാഹു നൽകുന്നത് അവർ കൊയ്തെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഹബീബേ അങ്ങ് കാണുന്നതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നു. കൂടങ്ങ് പോയപ്പോ ഒരു വിഭാഗം ആളുകളുടെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് മാംസം ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട്. ആ അരിഞ്ഞെടുത്ത മാംസം അവരുടെ തന്നെ വായിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു. വായിലേക്ക് എത്തുമ്പോഴേക്കും അത് തീയായി മാറി വിഷമിച്ച് കരഞ്ഞ് ഇത് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ തങ്ങൾ ചോദിച്ചു, യാ ജിബ്രീൽ മൻ ഹൗലാ, ഇതാരാണ്? ആരാണിത്? എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളുകളെ ഗീബത്ത് നമീമത്ത് പറഞ്ഞു നടന്നിരുന്ന ആളുകളാണ് നബിയെ ഇത്. അവർക്ക് അവരുടെ ശരീരം തന്നെ മാംസമായി നൽകപ്പെടുകയാണ്. ജീവിച്ചിരിക്കുന്ന മുഅ്മിനീങ്ങളെ അവരെ സംബന്ധിച്ച് ഗീബത്ത് നമീമത്ത് പറയുന്നത് മരിച്ചുപോയൊരു മനുഷ്യന്റെ മാംസം തിന്നതിന് തുല്യമാണെന്ന് അല്ലാഹു പറഞ്ഞത് കേൾക്കാതെ
ഗീബത്ത് നാവിന് ലൈസൻസ് ഇല്ലാതെ എന്തും വിളിച്ചു പറഞ്ഞു നടന്നിരുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ് നബിയെ ഇതെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കുറെ കൂടെ ചെന്നപ്പോ ഒരുപാട് ആളുകളുടെ തല അതൊരു പാറക്കല്ലിൽ അടിച്ചു പൊട്ടിക്കുകയാണ്. തലയങ്ങ് പൊട്ടിച്ചിതറി രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന തല പിന്നീട് അങ്ങോട്ട് കൂടിച്ചേരുന്നു. പിന്നെയും ഈ കൂർത്ത കൂർത്ത കല്ലുകളെ നോക്കി ഓടിച്ചെന്ന് തല അടിച്ചു പൊട്ടിക്കുകയാണ്. ജിബ്രീൽ, ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ, ഇത് നിസ്കരിക്കാൻ തലക്ക് ഭാരമുണ്ടായിരുന്ന ആളുകളായിരുന്നു നബിയെ. അള്ളാഹു 5 നേരം നിസ്കരിക്കാൻ പറഞ്ഞിട്ട് ഇതാവില്ലെന്ന് പറഞ്ഞ ആളുകളാണ്. അവർക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണിതെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ഒരുപാട് കാഴ്ചകൾ കാണിച്ചു കൊടുക്കാൻ. അപ്പോ ദുനിയാവിൽ ഇപ്പൊ വരാൻ പോകുന്ന സംഭവങ്ങളെ നബി തങ്ങൾക്ക് സംഭവിക്കുന്നതായി കാണിച്ചു കൊടുക്കല്ലേ. അതിനെ സംബന്ധിച്ച് മുഫസ്സിരീങ്ങൾ പറയാം, നമ്മളൊരു വീടുണ്ടാക്കുന്ന സമയത്ത് ഒരു എഞ്ചിനീയറോട് അതിന്റെ ഒരു മോഡൽ, നമ്മുടെ വീട് ഉണ്ടാക്കുന്ന വീടിന്റെ ഒരു മോഡൽ ഉണ്ടാക്കി തരാൻ പറഞ്ഞാൽ അതുണ്ടാക്കി തരും അല്ലേ? നമുക്ക് കാണാം എങ്ങനെയായിരിക്കും. ഒരു സ്കെച്ചിൽ നിന്ന് മാറി ഒരു ഷേപ്പിലേക്ക് 3D ഷേപ്പിലേക്ക് കിട്ടിയാൽ ശരിക്കും മനസ്സിലാകും. ഇതുപോലെ വരാൻ പോകുന്ന ലോകത്തിന്റെ സൂറ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാദിറാണ്. അള്ളാന്റെ മുമ്പിൽ അത് റെഡിയാണ്. അതങ്ങട്ട് ഖുൻ എന്ന് പറയുകയേ വേണ്ടൂ. നമ്മൾ മനസ്സിലാക്കണം. സൂറത്ത് യാസീൻ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. എന്താണ് ആയത്തിന്റെ അർത്ഥം? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹ്ക്ക് കുൻ, ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ മതി, ഉണ്ടാവുകയായി. എന്തിനോടാണ് ഈ ഉണ്ടാവുക എന്ന് പറയേണ്ടത്? ഇദാ അറാദ ശൈഅൻ, ഒരു കാര്യം ഉണ്ടാകണമെന്ന് അള്ളാഹു തീരുമാനിക്കുമ്പോ അൻ യഖൂല ലഹു, ആ വിഷയത്തോട് അള്ളാഹുവിന്റെ ഇറാദത്ത് വരികയേ വേണ്ടൂ. എന്ത്? കുൻ. അൻ യഖൂല ലഹു, ആ വസ്തുവിനോട് കുൻ, ആ വസ്തുവിനോട് കുൻ, ഉണ്ടാവുക. അപ്പൊ ഉണ്ടാവേണ്ട വസ്തു അവിടെ ഉണ്ടല്ലോ. ഫസ്സരിങ്ങൾ പറയാം, ഉണ്ടാവേണ്ട വസ്തു അവിടെ ഉണ്ട്. അതിനോടാണ് കുൻ എന്ന് പറയുന്നത്. ആ വസ്തുവിനെ ഒന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരലേ ആവശ്യമുള്ളൂ. അള്ളാഹുവിന്റെ ലോകത്തത് ഹാദിറാൻ. മനുഷ്യന്റെ കണ്ണിലേക്ക് കൊണ്ടുവരണമെങ്കിൽ കുൻ എന്ന അള്ളാഹുവിന്റെ ഒരു ഇറാദത്ത്, ഒരൊറ്റ ഉദ്ദേശം മതി. ആ വസ്തു ഉണ്ടാവുകയായി, ഇല്ലായ്മയിൽ നിന്ന് ഉണ്ടായതല്ല. അത് അള്ളാഹുവിന് സാധ്യം തന്നെ. പക്ഷേ അള്ളാഹു കുൻ എന്ന് പറയുന്നത് ലഹു, അൻ യഖൂല ലഹു എന്ന് പറഞ്ഞ ഹു എന്ന അക്ഷരമുണ്ടല്ലോ, ആ ഒരൊറ്റ അക്ഷരമാണ് ഈ ആശയം നമുക്ക് നൽകുന്നത്. ലഹു, ആ വസ്തുവിനോട് കുൻ. ആ വസ്തു അവിടെ ഉണ്ട്. നടക്കാൻ പോകുന്ന സ്വർഗവും നരകവും അള്ളാഹുവിന്റെ മുമ്പിൽ ഹാദിറാൻ. ശിക്ഷകൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാദിറാൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് കഴിഞ്ഞ്, ഇസ്റാ കഴിഞ്ഞ് ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ഇറങ്ങി അവിടുത്തെ ബുറാക്കിനെ കെട്ടിയിട്ട ഖുബ്ബത്തുസ് സഹറ എന്ന പള്ളിയുള്ള പാറയുണ്ട്. ആ പാറപ്പുറത്ത് നിന്നാണ് 7 ആകാശങ്ങളെ ലക്ഷ്യമാക്കിയുള്ള യാത്ര പുറപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, അതാണ് മിഅ്റാജ്. ആ മിഅ്റാജ് പോകുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചതോ സൂറത്തുൻ നജ്മിൽ. ഇവിടെ പറഞ്ഞത് എന്താണ്? ബാറക്നാ ഹൗല, അല്ലാഹു ബർക്കത്ത് ചെയ്ത മസ്ജിദുൽ അഖ്സായിലേക്ക്, മസ്ജിദുൽ ഹറാമിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനെ രാത്രിയിലെ ഒരൽപ്പ സമയം കൊണ്ട് കൊണ്ടുപോയി. എന്തിനു കൊണ്ടുപോയി? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ. ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ. ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമ്മളിപ്പോ പറഞ്ഞതൊക്കെ ഇതൊക്കെ ഇത് പറഞ്ഞു കൊടുക്ക, ഇത് കാണിച്ചു കൊടുക്കാൻ, കാണിക്കാൻ കൊണ്ടുപോയി. ദൃഷ്ടാന്തങ്ങൾ അത്രേ പറഞ്ഞുള്ളൂ. ആകാശലോകത്തേക്കുള്ള യാത്ര പറഞ്ഞത് സൂറത്തുൻ നജ്ം. സൂറത്തുൻ നജ്മിൽ എന്താ പറഞ്ഞത് നോക്കൂ. ഇതേ ആശയം അവിടെ പറഞ്ഞപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, وَلَقَدْ رَآهُ نَزْلَةً أُخْرَى عِندَ سِدْرَةِ الْمُنْتَهَى عندها جنة المأوى إذ يغشى السدرة ما يغشى ما زاغ البصر وما طغى لقد رأى من آيات ربه الكبرى آيات ربه الكبرى. അല്ലാഹുവിന്റെ വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാനാ മിഅ്റാജ്. ഇസ്രാഓ മിൻ ആയാതിന, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്നേ പറഞ്ഞുള്ളൂ. വലിയ ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞത് മിഅ്റാജിനാണ്. അതെന്തേ അങ്ങനെ?
ഇസ്രാഇന്റേത് വലിയ ദൃഷ്ടാന്തമല്ലേ? ആണ്. പക്ഷേ ഇസ്രാഇന്റെ ദൃഷ്ടാന്തങ്ങൾ എങ്ങനെയെന്ന് വിശദീകരിച്ചു കൊടുക്കാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധിക്കുന്നതാണ്. മിഅ്റാജ് അങ്ങനെയല്ല. റബ്ബിഹിൽ കുബ്റാ, അത് വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഇസ്രാ കഴിഞ്ഞപ്പോ ബൈത്തുൽ മുഖദ്ദസിൽ പോയി എന്ന് പറഞ്ഞപ്പോ അത് അറബികൾ പോകുന്ന വഴിയാണ്, അവരുടെ ബിസിനസ് റൂട്ടാണത്. ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞത് മക്കക്കാർ സ്ഥിരം പോകുന്ന റൂട്ടാണ്. മസ്ജിദുൽ അഖ്സ അവിടെ പോയിന്നോ 40 ദിവസമെടുത്ത് ഞങ്ങൾ ചെയ്യുന്ന യാത്ര ഇന്നലെ രാത്രി നിങ്ങൾ പോയി വന്നെന്നോ. ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിമ്മത്ത് നോക്കണം. ഇത് പറഞ്ഞാൽ ഖുറൈശികൾ വിശ്വസിക്കൂല എന്ന് ഹബീബിന് അറിയൂലേ? അറിയാം. ഇത് പറഞ്ഞാൽ ഇത് എന്തൊക്കെയെന്ന് അവരെ പരിഹസിക്കാൻ പോവുകയാണെന്ന് തങ്ങൾക്കറിയില്ലേ? അറിയാം. പക്ഷെ ഇത് ഹക്കല്ലേ, പറയാതിരിക്കാൻ പറ്റോ? തങ്ങൾക്ക് പറയണ്ടേ? തങ്ങൾ പറഞ്ഞു, ഞാൻ അവിടെ പോയി. ഒരു ചോദിച്ചില്ലേ, മസ്ജിദുൽ അഖ്സ നിങ്ങൾ കണ്ടോ? കണ്ടു. രാത്രിയാണ് അല്ലെ? അസ്റാബി എന്തിനാ രാത്രി കൊണ്ടുപോയതെന്ന് തന്നെ മുഫസ്സിരിങ്ങൾ പറയാ. പകലാണെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് കണ്ടു എന്ന് വരാം, അതുപോലും കാണിക്കണ്ട, കാണിക്കാതെ കൊണ്ടുപോവുകയാണ്. എല്ലാരും ഉറങ്ങുന്ന നേരത്തെ ആരും അത് കണ്ടിട്ട് പോലുമില്ല. എന്തിനാണ് ഖുർആനിൽ പറയുന്നത്? ഇസ്ലാം യുക്തിവാദിവൽക്കരിക്കരുത്, ഖുർആനിനെ യുക്തിവൽക്കരിക്കരുത്. അള്ളാഹുവും റസൂലും പറഞ്ഞു എന്ന് ബോധ്യപ്പെട്ടാൽ നിന്റെ യുക്തി പടിക്ക് പുറത്തു വെക്ക്. ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് നീ യുക്തി കൊണ്ട് ചിന്തിച്ചോ. ഇസ്ലാമിന്റെയും ഖുർആനിന്റെയും ജനുറ്റി നീ മനസ്സിലാക്കിക്കോ. എന്താണ് ഖുർആനിന്റെ ആധികാരികതയെന്ന്. ഖുർആനിലേക്ക്, ദീനിലേക്ക് കടന്നു വന്നാൽ നിന്റെ യുക്തി പടിക്ക് പുറത്താൻ. ഇവിടെ അള്ളാഹുവിന്റെ ഹുക്മാണ് നടക്കേണ്ടത്. അത് വിശ്വസിക്കാൻ കഴിയുന്നവനാ മുഅ്മിൻ, അവനാണ് മുഅ്മിൻ. അള്ളാഹു മുഅ്മിനീങ്ങൾ നമ്മെ പെടുത്തി തരുമാറാകട്ടെ. ഇതൊരു അത്ഭുതമായിരുന്നില്ലേ? മുഅ്മിനീങ്ങൾക്ക് വലിയ ഇഖ്തിബാറാണ്. വമാ ജഅൽന റുഅയല്ലതി യറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്. ഇസ്രാ മിഅ്റാജ് ജനങ്ങൾക്ക് പരീക്ഷണമാണ് എന്ന് സൂറത്തുൽ ഇസ്രാഇന്റെ 60-ാമത്തെ ആയത്ത്. ഇത് പരീക്ഷണമാണ്, ചില്ലറ സംഗതിയല്ല. ഇസ്രായിന്റെ ദൃഷ്ടാന്തങ്ങൾ നബി തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും അല്ലേ? ഖുറൈശികൾ ചോദിച്ചല്ലോ, എന്നാ പിന്നെ മസ്ജിദുൽ അഖ്സാക്ക് എത്ര വാതിലുണ്ട്, എത്ര ജനലുണ്ട്, എത്ര സ്റ്റെപ്പുകളുണ്ട്? തങ്ങൾ പറഞ്ഞു, ഞാൻ ആ നേരത്തെ ശരിക്കും ഒന്ന് വിഷമിച്ചു. പടച്ചോനെ, ഇസ്രായിന്റെ രാത്രിയിൽ ഞാനത് കണ്ടിട്ടുണ്ട്, പക്ഷേ ജനലും വാതിലൊന്നും എനിക്ക് എണ്ണാൻ അറിയില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ. ഹദീസിൽ തങ്ങൾ പറയാ, അള്ളാഹു എന്റെ മുമ്പിലേക്ക് മസ്ജിദുൽ അഖ്സായെ കൊണ്ടുവന്ന് നിർത്തി തന്നു. അവരെങ്ങനെ ചോദിക്കുന്നു, ഞാനെങ്ങനെ മറുപടി പറയുന്നു. എത്ര വാതിൽ, ഇതാ ഇത്ര, എത്ര ജനൽ, ഇത്ര ജനൽ, എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തു. ചോനെ, അഖ്സ പള്ളി കണ്ടത് ശരി തന്നെ, എന്നാ പിന്നെ ഞങ്ങളുടെയൊക്കെ യാത്രാസംഘം ആ വഴിക്ക് പോയിട്ടുണ്ടല്ലോ. ഞങ്ങളുടെ കുടുംബക്കാർ എവിടെ എത്തിയിട്ടുണ്ട്? ഞങ്ങളുടെ യാത്രാസംഘം ആ പോയ വഴിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂലോ. അങ്ങനെയാണല്ലോ അവർ ചോദിച്ചു. ഞങ്ങളുടെ കുടുംബക്കാരുടെ യാത്രാസംഘം എവിടെയാണ്? ഞങ്ങളുടെ കാഫില എവിടെ? ഓരോന്നും പറഞ്ഞു കൊടുത്തങ്ങൾ. നിങ്ങളുടെ കാഫില നാളത്തെ സൂര്യോദയത്തോടുകൂടെ മക്കയിലേക്ക് കടക്കുന്നു. നിങ്ങളുടേത് നാളെ മധ്യാഹ്നമാകുമ്പോൾ, നിങ്ങളുടേത് അസ്തമയ സൂര്യന്റെ അടുത്ത്, നിങ്ങളുടേത് മറ്റന്നാൾ മക്കയിലേക്ക് എത്തുന്നു. പറഞ്ഞ പോലെ ഹദീസിൽ കാണാം, അവർ സൂര്യോദയ നേരത്ത് വരുമെന്ന് പറഞ്ഞ ആളുകൾ സൂര്യൻ ഉദിച്ചല്ലോ, കാഫില എവിടെ പറഞ്ഞപ്പോഴേക്കും ഉദിച്ചു. കാഫിലയുടെ ഒരൊറ്റ അതാ സൂര്യൻ ഉദിച്ചതോടുകൂടി കാഫിലയും ഉദിച്ചു എന്നവർ കണ്ടു. നബിയെ, ദുന്യാവിൽ കണ്ടതിന് മറുപടി കൊടുക്കാൻ അങ്ങയെ കൊണ്ട് കഴിയും. അതുകൊണ്ട് ഇത് ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. ആകാശത്തേത് ആയാത്തി റബ്ബിഹിൽ കുബ്റാ. എന്താണ് അള്ളാഹുവിന്റെ ജലാലിയത്ത്? എന്താണ് സിദ്റത്തുൽ മുൻതഹ? എന്താണ് 7 ആകാശങ്ങൾ? എന്താണ് സ്വർഗം, നരകമെന്ന് നബിയെ ദുന്യാവിലെ ഒരടയാളം കൊണ്ടും അങ്ങേക്ക് ഇത് സ്ഥാപിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത് ആയാത്തി റബ്ബിഹിൽ കുബ്റാ. അവിടെ അള്ളാഹു കുബ്റാ എന്നാ പറയുന്നത്. വല്ലാത്ത ദൃഷ്ടാന്തങ്ങളാണ്. 1-ാം ആകാശത്തേക്ക് കയറുന്നു. 1-ാം ആകാശത്തിന്റെ വാതിൽക്ക് മുട്ടിയപ്പോ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം അവിടെയുണ്ട്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ സ്വഹാബി മാലിക് ബിൻ സഅസഅ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സഹീഹുൽ ബുഖാരി ദീർഘമായിട്ട് ഈ സംഭവം പറഞ്ഞു. മഹാനായ സ്വഹാബി മാലിക് ബിൻ സഅസഅ റളിയല്ലാഹു അൻഹുമ, വാപ്പയും മകനും സ്വഹാബിയാണ്. അവരാണ് സഹീഹുൽ ബുഖാരിയുടെ റാവി. അവരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. ആദം നബി 1-ാമത്തെ വാതിൽ മുട്ടിയപ്പോ ചോദിച്ചു, ആരാണിത്? 1-ാമത്തെ ആകാശത്തിന്റെ വാതിൽക്കൽ മുട്ടിയതോ? സുബ്ഹാനല്ലാഹ്. 1-ാം ആകാശം എവിടെ? നമ്മൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല.
ഒരു സയൻസും എത്തിയിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നു ഖുർആനിന്റെ അത്ഭുതം നമ്മുടെ കാലശേഷം ലോകം എത്ര കാലം ബാക്കിയുണ്ടോ എന്ന് അള്ളാഹുവിനറിയാം. എങ്കിൽ അടുത്ത ഒരു നൂറ്റാണ്ടിന്റെ കണ്ടെത്തൽ അള്ളാഹു പറഞ്ഞ ആകാശം എന്ന ഖുർആനിന്റെ സിദ്ധാന്തമായിരിക്കും. ആകാശം, 7 ആകാശം എന്ന് അള്ളാഹു ഇന്ന് ഒരാകാശം പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരാകാശം. കാരണം ആകാശങ്ങളെല്ലാം കിടക്കുന്നത് ഈ നക്ഷത്ര മണ്ഡലങ്ങൾക്ക് മീതെയാണ്. അതെങ്ങനെയാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് സയ്യന്നസ് സമാഅദ് ദുനിയാ ബിമസാബീഹ. അല്ലേ? വലഖദ് സയ്യന്നസ് സമാഅദ് ദുനിയാ ബിമസാബീഹ വജഅൽനാഹാ റുജൂമൻ ലിശ്ശയാതീൻ. നമ്മൾ ഓതുന്ന സൂറയല്ലേ അത്? ഒന്നാം ആകാശത്തെ നാം അലങ്കരിച്ചിരിക്കുന്നു. നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് നക്ഷത്രങ്ങൾ. നമുക്ക് മനസ്സിലായിട്ടുണ്ട് നക്ഷത്രങ്ങൾ എത്രയാണെന്ന്. 1 ബില്യൺ നക്ഷത്രങ്ങൾ കൂടുന്നതാണ് ഒരു ഗാലക്സി. അങ്ങനത്തെ 1 ബില്യൺ ഗാലക്സികളുള്ള പ്രപഞ്ചമാണ് അള്ളാഹുവിന്റെ ലോകം. ഇന്ന് മനുഷ്യന് മനസ്സിലായത് 1 ബില്യൺ ഗാലക്സീസ്, 1 ബില്യൺ സ്റ്റാർസ് എന്നല്ല, 1 ബില്യൺ സ്റ്റാർസ് ഫോം എ ഗാലക്സി. അങ്ങനത്തെ 1 ബില്യൺ ഗാലക്സീസ് നമുക്കൊന്നും ബിയോണ്ട് അവർ തിങ്കിങ്, നമുക്കൊന്നും ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ലോകമാണ് അള്ളാഹുവിന്റെ ആകാശ ലോകം. ഇത് 1-ാം ആകാശത്തിന്റെ താഴെയാണെന്നാണ്. ഇതിന്റെ അപ്പുറമാണ് 2. ഭൂമിയിൽ നിന്ന് 1-ലേക്കുള്ള ദൂരം സൂര്യപ്രകാശത്തിന്റെ വേഗതയിൽ പോയാൽ ഇന്ന് സയൻസ് പറഞ്ഞ എത്രയാ? 200 കോടി പ്രകാശവർഷം കഴിയുന്ന അവിടെ എത്തുമ്പോ പോകുന്നതിന്റെ സ്പീഡ് എത്ര? ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ പോയാൽ, ഒരു സെക്കൻഡിൽ 3 ലക്ഷം സ്പീഡിൽ പോയാൽ 1-ാം ആകാശത്ത് എത്തുമ്പോഴേക്കും ഭൂമിയിൽ 200 കോടി പ്രകാശവർഷങ്ങൾ കഴിഞ്ഞിരിക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ ലോകമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോകുന്നത്. وبت ترقى إلى أن نلت منزلة من قاب قوسين لم تدرك ولم ترمي وقدمتك جميع الأنبياء بها والرسل تقديم مخدوم على خدم سريت من حرم ليلا إلى حرم كما سرى البدر في داج من الظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سريت من حرم والحرم ليلا إلى حرم മറ്റൊരു ഹറമിലേക്ക് നബിയെ ഒരു രാത്രി അങ്ങ് പോയല്ലോ. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി. മസ്ജിദുൽ അഖ്സ ഹറമാണ്. മക്ക ഹറമായതുപോലെ മദീന ഹറമായതുപോലെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഇടമാണ് മസ്ജിദുൽ അഖ്സ. അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി റക്അ. അവിടെ നിസ്കരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആ ഹറമിനെ അല്ലാഹു മുഅ്മിനീങ്ങളുടെ കയ്യിലേക്ക് നൽകുമാറാകട്ടെ. ഞങ്ങൾ അവിടെ നിന്ന് യാത്ര പോയി മക്കയിലെ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക്, ജെറൂസലേമിലെ ഹറമിൽ നിന്ന് കമാ സറൽ ബദ്റു ഫീ ദാജിൻ മിനൽ ളുലമി, രാത്രിയുടെ ഇരുട്ടിൽ പൂർണ്ണചന്ദ്രൻ യാത്ര പോകുന്ന പോലെ വളരെ മനോഹരമായി നബിയെ പ്രകാശം കണക്കെന്ന് യാത്ര പോയി. അങ്ങ് തഖ്തരിഖു സബ്അ തിബാഖ ബിഹിം ഫീ മൗകിബിൻ കുൻത ഫീഹി സാഹിബൽ അലമി. നബിയാക്കന്മാരുടെ കൂട്ടങ്ങളിലേക്ക് മലക്കുകളുടെ സഹവാസത്തിൽ അങ്ങ് കടന്നുപോയി. അങ്ങയുടെ കയ്യിലായിരുന്നു അന്ന് സാഹിബൽ അലമി, അങ്ങയുടെ കയ്യിലാണെന്ന് പതാക. ആ പതാകയും പിടിച്ച് ആകാശങ്ങൾ കയറി അങ്ങ് പോയില്ലേ നബിയെ. മഹാനായ ബുസ്വരി റഹ്മഹുല്ലാഹ് ബുർദയിൽ പറയുന്ന വരികളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1-ാം ആകാശത്തെത്തിയപ്പോ സയ്യിദുന ആദം നബി അലൈഹിസ്സലാം മർഹബൻ ബിബിനി, എന്റെ മോനെ ഇങ്ങ് വരിനെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സലാം പറഞ്ഞ് സ്വീകരിച്ചു ആദം നബി അലൈഹിസ്സലാം. വളരെ വൃദ്ധനായൊരവസ്ഥയിൽ ആദം നബി അലൈഹിസ്സലാമിനെ കണ്ടു. വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്, ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കരയുന്നുണ്ട്.
തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ എന്താണ്, ആരാണിത് എന്ന് ചോദിച്ചു. അബൂക ആദം അലൈഹിസ്സലാം, തങ്ങളുടെ പിതാവ് ആദം നബി അലൈഹിസ്സലാമാണ്. അവരുടെ മക്കളിൽ അള്ളാഹുവിന്റെ മാർഗം സ്വീകരിച്ച് മുഅ്മിനീങ്ങളാകുന്ന സ്വാലിഹീങ്ങളായ മക്കളെ അവരുടെ ആത്മാക്കൾ അള്ളാഹു കാണിച്ചു കൊടുക്കുകയാണ്. വലതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒക്കെ കാണുമ്പോൾ ഒരു വാപ്പാക്ക് സന്തോഷം ഉണ്ടാവില്ലേ? വാപ്പാന്റെ മക്കളിൽ നല്ല മക്കളെ കാണുമ്പോൾ വാപ്പാക്ക് സന്തോഷം തോന്നില്ലേ? ആ സന്തോഷം മഹാനായ ആദം നബി അലൈഹിസ്സലാം. ഇടതുഭാഗത്തേക്ക് നോക്കുമ്പോൾ ഭൂനിവാസികളായി ജീവിച്ച മക്കൾ, ലോകത്തുള്ള സർവ്വ മനുഷ്യരും ആദം അലൈഹിസ്സലാമിന്റെ മക്കൾ എന്നല്ലേ? അവരിൽ നരകത്തിലേക്ക് പോകുന്ന ആളുകളെ നോക്കിയിട്ട് വിഷമിച്ച് കരയാൻ ആദം നബി അലൈഹിസ്സലാം. അങ്ങനെ ഏതാനും കുശലം പറഞ്ഞു പോവുകയാണ്. പിന്നെയും രണ്ടാം ആകാശത്തെത്തിയപ്പോ മഹാനായ യഹ്യ ഇബ്നു സക്കരിയ അലൈഹിമുസ്സലാം, മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം, അവരോടുകൂടെ മഹാനായ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഇബ്നുൽ ഖാല, രണ്ട് മഹാന്മാരായ പ്രവാചകന്മാർ രണ്ടാം ആകാശത്ത് റസൂലുള്ളാഹി തങ്ങളെ കണ്ടുമുട്ടുന്നു. മൂന്നാം ആകാശത്തേക്ക് എത്തുന്നു. അവിടെയുണ്ട് മഹാനായ ഇദ്രീസ് അലൈഹിസ്സലാം, 4ലുണ്ട് യൂസുഫ് അലൈഹിസ്സലാം, 5ലുണ്ട് ഹാറൂൻ ഇബ്നു ഇമ്രാൻ, മൂസ നബി അലൈഹിസ്സലാമിന്റെ സഹോദരനായ നബിയുല്ലാഹി ഹാറൂൻ അലൈഹിസ്സലാം, 6ലുണ്ട് മൂസ ഇബ്നു ഇമ്രാൻ, മൂസ നബി അലൈഹിസ്സലാം, 7ലുണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ് അമ്പിയാക്കന്മാരിൽ അള്ളാഹുവിന്റെ റസൂലിനോട് ഏറ്റവും കൂടുതൽ മുഖസൗന്ദര്യത്തിൽ ഏറ്റവും നല്ല യോജിപ്പുള്ള നബി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമായിരുന്നു. തങ്ങളുടെ ഉപ്പാപ്പല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോ ഒരുപിടി കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി പറഞ്ഞു, നബിയേ, യാ മുഹമ്മദു അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ജന്ന, സ്വർഗ്ഗമെന്നത് ത്വയ്യിബത്തുൻ തുർബുഹാ, സ്വർഗ്ഗത്തിലെ മണ്ണ് വളരെ മനോഹരമാണ്. അദ്ബുൻ മാഉഹാ, സ്വർഗ്ഗത്തിലെ വെള്ളം വളരെ രുചികരമാണ് നബിയേ. സ്വർഗ്ഗം മനോഹരമാണ്, ചിന്തിക്കാൻ കഴിയാത്തതിലും അപ്പുറമാണ് സ്വർഗമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു. നബിയെ, ആ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ കൃഷിയെടുക്കണ്ടേ? ആ സ്വർഗത്തിലേക്കുള്ള കൃഷിയിടം ഒരൊറ്റ വചനമാണ്. അത് ചൊല്ലിയാൽ ഒരുപാട് വിളവെടുപ്പ്, സ്വർഗത്തിലേക്കുള്ള വിളവെടുപ്പ് ചെയ്യാൻ കഴിയും എന്ന് തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് സ്വഹീഹായ കിതാബുകളിൽ വന്നിട്ടുള്ള സംഭവമാണ്. കഴിഞ്ഞ ഖുതുബയിൽ തന്നെ ഇവിടുന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു. ആ ഹദീസ് എന്താണത്? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് വർദ്ധിപ്പിക്കുന്നത് സ്വർഗത്തിന്റെ നിധിയാണ്, ഇത് സ്വർഗത്തിലേക്കുള്ള വഴിയാണെന്ന് നമുക്ക് വേണ്ടി പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലം കഴിഞ്ഞില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഉമ്മത്തുകളും കഴിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇത് പറയുന്നത്? നമ്മൾ അവിടുത്തെ ഉമ്മത്തികളുടെ പിൻഗാമികളാണ്. നമ്മൾ ചൊല്ലിക്കോട്ടെ, സ്വർഗത്തിലേക്ക് എത്തട്ടെ. ഒരുപാട് ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം. ഇവര് നരകത്തിക്കാൻ, ഇവര് മുശ്രിക്കാൻ, ഇതല്ല. സ്വർഗത്തിലേക്ക് ആളെ കൂട്ടിൻ, സ്വർഗത്തിലേക്ക് ആളുകളെ കൊണ്ടുവരിൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്ന ദിക്റാണ്. ഇന്നത്തെ ദിവസം ആ ദിക്ർ നമ്മൾ മറക്കാതിരിക്കുക. ഒരുപാട് തവണ നമ്മൾ ഇത് ചൊല്ലുക. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതും കഴിഞ്ഞ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുകയാണ്. 7 ആകാശങ്ങളും കഴിഞ്ഞ് അല്ലാഹുവിന്റെ ജലാലിയത്ത് കാണിച്ചു കൊടുക്കാൻ അവിടുത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി അല്ലാഹു ഒരു സ്ഥാനം നിശ്ചയിച്ചു കൊടുത്തതാണ് മിഅ്റാജ്. അല്ലാഹു 7 ആകാശങ്ങൾക്കപ്പുറത്ത് എന്ന് പറയാൻ കഴിയില്ല. 7 ആകാശങ്ങളും അതിനപ്പുറമുള്ളതൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അള്ളാഹു അവന്റെ സൃഷ്ടികൾക്കുള്ളിലല്ല, അള്ളാഹു അവന്റെ സൃഷ്ടിപ്പിന് പുറത്താണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ്, ബശറാണ്, മനുഷ്യരല്ലേ. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറു വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം. അവിടുന്ന് മനുഷ്യർ തന്നെയാണ്, അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. നബി തങ്ങൾ മനുഷ്യരെന്നെ, പക്ഷേ ഖൈറു ഖൽഖില്ലാഹ്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഖൈറായവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഇത് കാണിച്ചു കൊടുക്കുന്ന രംഗമാണ് മിഅ്റാജ്. അങ്ങനെ പോകുന്നു. സിദ്റത്തുൽ മുൻതഹ,
സിദ്റത്തുൽ മുൻതഹ എന്ന് പറഞ്ഞതൊരു വൃക്ഷമാണ്. ദ ലോട്ടസ് ട്രീ എന്ന് പറയുന്ന സിദ്റത്തുൽ മുൻതഹ, ആ മുൻതഹയെ സംബന്ധിച്ച് പറയുന്നത് അള്ളാഹുവിന്റെ മലക്കുകൾക്കും മനുഷ്യർക്കും ജിന്നുകൾക്കുമുള്ള ഇൽമ് സിദ്റത്തുൽ മുൻതഹ വരെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ഇൻതഹ, അവരുടെ ഇൽമിന്റെ മണ്ഡലം അവസാനിച്ചു എന്നാണ്. അതിനപ്പുറത്തേക്ക് പോയി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പോയപ്പോഴാണ് പ്രകാശത്തിന്റെ കടൽ എന്ന് ഹബീബ് തങ്ങൾ വിശദീകരിച്ച ഒരു സ്ഥലം ബഹ്റുൻ നൂർ എന്നാണ് അതിന് പേര് വെച്ചത്. ബഹ്റുൻ നൂർ. അവിടെ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയെ, ഇവിടെ നിന്ന് അങ്ങോട്ട് എനിക്ക് വരാൻ പറ്റില്ല നബിയെ, അങ്ങൊറ്റയ്ക്ക് പോയിക്കോളൂ, പേടിക്കണ്ട നബിയെ, അങ്ങൊറ്റയ്ക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് സഹയാത്രികനായ സയ്യിദുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം യാത്ര ചോദിച്ചത് ബഹ്റുൻ നൂറിൽ എത്തിയപ്പോഴാണ്. ഉമർ ഖാദി തങ്ങളത് മനോഹരമായി പാടി. حتى لبحر النور جبريل وقف حتى لبحر النور جبريل وقف في شطه عربا فودع وهتف دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما ما جف دم سال من عينيني لكنه يجري على الخدين من بقلبي سيد الكونين صلوا عليه وسلموا تسليما حيا وميتا في التراب رميما صلوا عليه وسلموا تسليما حتى لبحر النور പ്രകാശത്തിന്റെ കടൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് حتى لبحر النور جبريل وقف ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ അങ്ങോട്ട് നിന്നു. في شطه عربا فودع وهتف അവിടെ ചെന്ന് യാത്ര ചോദിച്ചു, നബിയേ, ഇനി അങ്ങ് ഒറ്റയ്ക്ക് പോകണം റസൂലേ, ഇവിടെ നിന്ന് അങ്ങോട്ട് വന്നാൽ ലഹ്തറഖത്, എന്റെ ചിറകുകൾ ഒന്നൊന്നായി കരിഞ്ഞു പോകും നബിയേ, ഇവിടെ നിന്ന് അങ്ങോട്ട് കടക്കാൻ ജിബ്രീലിന് പെർമിഷൻ ഇല്ലെന്ന് മഹാനായ മുഖറബുൽ അംലാഖ് ജിബ്രീൽ അലൈഹിസ്സലാം. ഇതാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിനെ പറ്റി നമ്മൾ എത്ര മനസ്സിലാക്കി, എന്താ നമ്മൾ അറിഞ്ഞത്, ആരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളെ പറ്റിയൊക്കെ ഞങ്ങളൊരു മെസ്സഞ്ചർ ആയിരുന്നു, ഒരു ശിപായിയുടെ ജോലി ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ വിവരമില്ലാതെ നമ്മൾ പറയാന്നല്ലേ ഇതിനൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇത് ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ഹദീസിലൊക്കെ രേഖപ്പെട്ട് കിടക്കുന്ന സംഭവങ്ങളല്ലേ. എത്രയാണ്, എന്താ മേറാജിന്റെ സംഭവം, നമുക്ക് അത് മാത്രം പറയാൻ 2-3 ക്ലാസ് വേണ്ടി വരും. ചുരുക്കിയിട്ട് പറയാം, സമയം എന്നാലും വൈകിയെന്നറിയാം, നമുക്ക് എല്ലാവർക്കും നാളെ ജോലി ഉള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥാനത്തേക്ക് ഉയർന്നു എന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം യാത്ര ചോദിച്ച്, അങ്ങ് ഒറ്റയ്ക്ക് പോയിക്കോളി നബിയെ, പേടിക്കണ്ട. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ. അങ്ങയുടെ അല്ലാഹുവിന്റെ മുമ്പിലേക്കല്ലേ പോകുന്ന നബിയെ, അങ്ങ് പ്രയാസം ഒന്നും വിചാരിക്കണ്ട, ഞാനില്ല കേട്ടോ നബിയെ, അങ്ങ് ഒറ്റയ്ക്ക് പോയിക്കോളി. ആ ഒരു പോക്കാണ് അള്ളാഹുവിന്റെ തിരുസന്നിധാനം വരെ പോയ ആ ഒരു യാത്രയിലാണ് നമ്മൾ 5 നേരത്തെ നിസ്കാരം അള്ളാഹു ഫർളാക്കി നൽകുന്നത്. സുബ്ഹാനല്ലാഹ്. അവിടെ വെച്ച് അള്ളാഹുവിനെ കണ്ടപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മഹാത്തുൽ ഐന കൊണ്ട് കണ്ടു, കണ്ണുകൊണ്ട് കണ്ടു അല്ല, ഖൽബിന് അള്ളാഹു പ്രകാശം കൊടുത്ത് ഹൃദയം കൊണ്ട് അള്ളാഹുവിന്റെ ജലാലിയത്ത് കണ്ടു എന്നൊരഭിപ്രായമല്ലാതെ മറ്റു ഒരു അഭിപ്രായ വ്യത്യാസം ഈ വിഷയത്തിലില്ല. അള്ളാഹുവിനെ കണ്ടു. ആ കണ്ടത് മുഖത്തെ കണ്ണുകൊണ്ട് തന്നെ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അല്ല ഹൃദയത്തിന്റെ കണ്ണുകൊണ്ടെന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ. റഅ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബഹു മറത്തൈൻ, 2 പ്രാവശ്യം അല്ലാഹുവിനെ കണ്ടു എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ. അത്തഹിയാത്ത് അൽ മുബാറകാത്ത് അസ്സലവാത്ത് അത്വയ്യിബാത്തു ലില്ലാഹ്. ഇതാണ് അല്ലാഹുവിനെ കണ്ടപ്പോൾ നബി തങ്ങൾ ആദ്യം പറഞ്ഞ വാക്കിതാണ്. നമ്മളൊക്കെ എന്നും അത്തഹിയാത്തിൽ ഓതുന്ന വചനങ്ങളല്ലേ അത്. അത്തഹിയാത്ത് അൽ മുബാറകാത്ത് അസ്സലവാത്ത് അത്വയ്യിബാത്തു ലില്ലാഹ്. എല്ലാ നന്മകളും, തഹിയ്യത്ത് എന്ന തിരുമുൽ കാഴ്ച എന്ന് പറയാ, രാജാക്കന്മാരുടെ തിരുമുന്നിലേക്ക് വെക്കുന്ന കാഴ്ച എന്ന അർത്ഥത്തിൽ നമ്മൾ അങ്ങനെ പറയാം. എല്ലാ തിരുമുൽ കാഴ്ചകളും, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ സ്തുതികളും ലില്ലാഹ്, അല്ലാഹുവിനാണ്. അത് പറഞ്ഞപ്പോ തങ്ങളോട് അള്ളാഹുവിന്റെ മറുപടിയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
ഓ നബിയെ, എന്റെ എല്ലാ രക്ഷയും കാരുണ്യവും അങ്ങയുടെ മേലുണ്ട് നബിയെ. ഇത് പറഞ്ഞപ്പോൾ തങ്ങൾ നമ്മളെ മറന്നില്ല. തങ്ങളുടെ മറുപടിയാണ് അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നമുക്കും അല്ലാഹുവിന്റെ എല്ലാ സജ്ജനങ്ങൾക്കും ഈ രക്ഷ ഉണ്ടാകട്ടെ എന്ന് അവിടെ വെച്ച് ദുആ ചെയ്ത നബിയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 3 വാക്കുകളാണ് നമ്മൾ അത്തഹിയാത്തിന്റെ തുടക്കത്തിൽ പറയാ. തഹിയാത്ത് അൽ മുബാറകാത്ത് അസ്സലവാത്ത് അത്വയ്യിബാതു ലില്ലാഹ്. ഇത് തങ്ങൾ പറഞ്ഞു. അല്ലാഹുവിന്റെ മറുപടി അത് അല്ലാഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അല്ലാഹുവിന്റെ മറുപടി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് പറഞ്ഞപ്പോ അങ്ങയുടെ മേലിൽ എന്ന് മാത്രം തങ്ങൾ, എന്നാ പിന്നെ എന്റെ മേലിൽ മാത്രം മതി എന്ന് തങ്ങൾ അവിടെ ഓർത്തു. അല്ലാഹുവേ, എനിക്കല്ല, എനിക്ക് മാത്രം പോരാ, ഇത് എല്ലാവർക്കും കിട്ടണം. തങ്ങൾ പറഞ്ഞു അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. എല്ലാ നിസ്കാരവും നമ്മുടെ മിഅ്റാജാണ്. എല്ലാ നിസ്കാരത്തിലും നമുക്ക് ഓർമ്മ വരണം. അള്ളാഹുവിന്റെ തിരുമുമ്പിൽ ചെന്ന് തങ്ങൾ പറഞ്ഞ വചനങ്ങളാണിത്. അതിന്റെ ശേഷമല്ലേ നിസ്കാരം ഫർളാക്കപ്പെടുന്നത്. 50 വക്ത് നിസ്കാരം കൊടുത്തിട്ട് പറഞ്ഞയച്ചു അല്ലേ. മൂസ നബി അലൈഹിസ്സലാമിനെ വഴിയിൽ വെച്ച് കണ്ടു. മൂസ നബി അലൈഹിസ്സലാം ചോദിക്കുകയാ, നബി തങ്ങളെ എന്താ കിട്ടിയത്? 50 വക്ത് 50 വക്തൻ, 50 വക്ത് നിസ്കാരം കഴിയില്ല നബിയെ. അള്ളാഹുവിനോട് ചുരുക്കിത്തരാൻ വേണ്ടി പറയണം. എന്റെ ഉമ്മത്തികളെ ഞാൻ പരീക്ഷിച്ച് കഴിഞ്ഞിട്ടില്ല നബിയെ, ചുരുക്കിത്തരാൻ വേണ്ടി പറയണം. ഇവിടെ പറയാം, മുഹദ്ദിസീങ്ങൾ പറയാം, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെങ്കിലും സഹായം ചോദിച്ചോ മൂസ നബി അലൈഹിസ്സലാമിനോട്? ഒന്നും ചോദിച്ചില്ല. പക്ഷെ മൂസ നബി അലൈഹിസ്സലാം കണ്ടറിഞ്ഞങ്ങോട്ട് ചെയ്തു കൊടുക്കുക. നബിയെ, ഇതിലെന്തോ പ്രയാസം ഉണ്ടാവും നബിയെ, അങ്ങ് അള്ളാഹുവിനെ ചുരുക്കി തരാൻ വേണ്ടി പറയണം. ഒരു പ്രയാസത്തിലുള്ള ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ സഹായിക്കുന്നെന്ന് ചോദിച്ചു വരുന്നതിന്റെ മുമ്പേ കണ്ടറിഞ്ഞ് സഹായിക്കണം എന്ന പാഠമാണ് സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാം ഇവിടെ ചെയ്തത്. സുബ്ഹാനല്ലാഹ്. 9 പ്രാവശ്യം പോയില്ലേ, 5ആയി. മൂസനെ പറഞ്ഞു, നബിയേ, എന്നാലൊന്ന് ചുരുക്കിത്തരാൻ വേണ്ടി എന്റെ ഉമ്മത്തികൾക്ക് 5ഉം കഴിയൂല എന്ന് ഞാൻ അള്ളാഹിനോട് പറയാൻ എനിക്ക് നാണമാകുന്നു. ഞാൻ പോവില്ല മൂസ നബിയെ. സുബ്ഹാനല്ലാഹ്. 5 നേരം എന്റെ ഉമ്മത്തികൾക്ക് നിസ്കരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എന്റെ ഉമ്മത്തികൾ അത്ര മോശക്കാരാണെന്ന് ഞാൻ പറയണ്ടേ? ഞാൻ പറയില്ല മൂസ നബിയെ, മതി, 5 മതി. അത് തിൽക 5 സ്വലവാത്തിൻ മക്തൂബാത്ത്. ഈ 5 നിസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ അതിന് 50 വക്തിന്റെ കൂലി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു കൊടുത്തു. അതും കൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് കഴിഞ്ഞിട്ട് വരുന്നത്. സുബ്ഹാനല്ലാഹ്. अख्तरे शाम की आती है फलक से आवाज, सजद करती है जिसे सहर वो है आज की रात, रहे एक गाम है हिम्मत के लिए अर्शे बरीन, कह रही है ये मुसलमान से मिअराज की रात. എത്ര ദൂരങ്ങളാണ് ഒരു കാൽവെപ്പ് പോലെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു നീങ്ങിയത്. അതുപോലെയാണ് മിഅ്റാജിന്റെ പാഠം. അല്ലാഹുവിലേക്ക് അടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് അത് എളുപ്പമാണ് അല്ലേ? അല്ലാഹുവിന്റെ അടുത്തേക്ക് ഒരു ചാൻ എടുത്താൽ അല്ലാഹു ആ മനുഷ്യനിലേക്ക് ഒരു മുഴമെടുക്കുന്നുവെന്ന് ഖുദ്സിയായ ഹദീസിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എത്ര മോശക്കാരാണെങ്കിലും എത്ര പാപികളാണെങ്കിലും അല്ലാഹുവിലേക്ക് ഞാനൊന്ന് മടങ്ങട്ടെ, ഞാൻ എന്റെ റബ്ബിലേക്കൊന്ന് അടുക്കട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കുമ്പോഴേക്കും അല്ലാഹു നമ്മിലേക്ക് അടുത്തു കഴിഞ്ഞു. അതല്ലേ നമ്മുടെ റബ്ബിന്റെ പ്രത്യേകത. ലോകത്തെ ഏത് VIP-കളെ കാണുന്നെങ്കിലും നമുക്ക് മുൻകൂറായിട്ട് നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കണം അല്ലേ? എന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ചതൊന്നും പറയാൻ പറ്റില്ല. അവര് സമയം തരും, ഇത്ര സമയം ഇത്രേ പറയാവൂ, അത് മാത്രം പറഞ്ഞങ്ങോട്ട് പോരാം. നിസ്കാരം അതാണോ? നമുക്ക് എവിടെ വേണോ ജുഅലത്തിൽ യല്ലർളു മസ്ജിദൻ വതഹൂറാ, എവിടെയും നിസ്കരിക്കാം. അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലിയാൽ അത് നമ്മൾ ഭൂമിയുടെ ഏത് ഭാഗത്തും നിസ്കരിക്കും, ഏത് നേരത്തും എത്ര വേണമെങ്കിലും അല്ലാഹുവിനോട് സംവദിക്കാം അല്ലേ? അല്ലാഹുവിനോട് സംസാരിക്കാം, അല്ലാഹുവിനോട് മുനാജാത്ത് നടത്താം. നമ്മളാണ് മതിയാക്കി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് മുഖം തിരിച്ചാൽ അല്ലാഹു നമ്മിൽ നിന്ന് മുഖം തിരി, അതുവരെ അല്ലാഹു നമ്മിലേക്ക് മുഖബിലാണ്, നമ്മിലേക്ക് മുന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനത്തെ റബ്ബല്ലേ നമ്മുടെ റബ്ബ്. നമുക്ക് സമയം നിശ്ചയിക്കാം, നമുക്ക് നിശ്ചയിക്കാം എന്തൊക്കെ പറയണമെന്ന്, നമുക്ക് നിശ്ചയിക്കാം അത് എവിടെയാകണമെന്ന്. ഇതൊക്കെ അല്ലാഹു തന്നത് എന്തിന്റെ പേരിലാ? നിസ്കാരം എന്ന ഇബാദത്തിന്റെ പേരിലാണ്. നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. 50 കൊടുത്ത് 5 ആക്കി എന്ന് പറഞ്ഞു. നമ്മളൊരു ചെറിയൊരു കണക്ക് സൂചിപ്പിച്ചിരുന്നു. 5 വക്ത് നിസ്കാരം, ഓരോ നിസ്കാരം നിർവഹിക്കാൻ 20 മിനിറ്റ് എന്ന ആലിമ്യങ്ങൾ കണക്കാക്കുക. ഒരു ഏകദേശം ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ ജോലിയൊക്കെ നിർത്തി ബാങ്ക് കൊടുത്തു, വുളു കൊടുത്തു, ഡ്രസ്സ് മാറി നിസ്കരിക്കുന്ന
സ്ഥലത്തേക്ക് ഒരുങ്ങി അല്ലെങ്കിൽ ഒരൽപ്പനേരം നടന്നു സുന്നത്ത് നിസ്കരിച്ചു, ഫർളും അതിന് ശേഷമുള്ള സുന്നത്തും കഴിഞ്ഞ് ഇറങ്ങിപ്പോരാൻ ഇതാ 20 മിനിറ്റ് മാക്സിമം. 5 വക്തിന് എത്ര മിനിറ്റ് വേണം? 100 മിനിറ്റ് വേണം. 100 മിനിറ്റ് സമയം വേണം. 50 വക്താണ് അള്ളാഹു നൽകിയതെങ്കിൽ ഈ 50 വക്ത് നിസ്കരിക്കാൻ നമുക്ക് 1000 മിനിറ്റ് വേണ്ടി വരുമായിരുന്നു. 1000 മിനിറ്റ് വേണ്ടി വരും നമുക്ക് 50 വക്ത് നിസ്കരിക്കാൻ. 1000 മിനിറ്റ് എന്ന് പറയുന്നത് 16.67 മണിക്കൂറാണ്. 16.5 മണിക്കൂറാണ് 1000 മിനിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ വന്നാൽ ഒരു മനുഷ്യൻ ശരാശരി ഉറങ്ങേണ്ട 8 മണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിൽ 7.5 മണിക്കൂർ കഴിഞ്ഞാൽ 24 മണിക്കൂറിൽ ഉറങ്ങുന്ന സമയം കഴിഞ്ഞ് ബാക്കി നമ്മൾ ഉണർന്നിരിക്കുന്ന സമയമാണ് 16 മണിക്കൂർ. ഈ 16 മണിക്കൂർ നിസ്കരിക്കേണ്ടി വരുമായിരുന്നേനെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹ്ക്കറിയില്ലേ 5 വക്തേ ഇതാവുള്ളൂ എന്ന് തങ്ങൾ വരുമെന്നും ചുരുക്കി കൊടുക്കുമെന്നും അല്ലാഹ്ക്കറിയാം. എന്നാ പിന്നെ അള്ളാഹുവിന് ആദ്യമേ 5 കൊടുത്താ പോരെ? അള്ളാഹു ഒരു പാഠം പഠിപ്പിക്കുകയാണ് നമ്മളെ. ഈ 5 എന്ന് പറഞ്ഞത് ഈ ഏതാനും 100 മിനിറ്റ് നേരം മാത്രം അള്ളാഹിനെ ഓർത്താൽ പോരാ. നിങ്ങളുടെ ഉണർന്നിരിക്കുന്ന മുഴുവൻ സമയവും 8 മണിക്കൂറോ 7 മണിക്കൂറോ ഉറങ്ങിയാൽ 24-ൽ 16 മണിക്കൂർ. സുബ്ഹാനല്ലാഹ്. 16 മണിക്കൂർ സമയം, 16.5 മണിക്കൂർ സമയം എടുത്ത് നിർവഹിക്കേണ്ട സമയം അത്രക്ക് വരുമായിരുന്നു 50 വക്ത് നിസ്കരിക്കാൻ. അതിന്റെ അർത്ഥം 5 വക്ത് കഴിഞ്ഞാലും നമ്മൾ നിസ്കാരത്തിൽ തന്നെ എന്ന് ചിന്തിക്കണം. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ എന്തുമാവാം, അങ്ങനെ ചിന്തിക്കല്ലേ. മുഴുസമയവും നമ്മുടെ ഉണർന്ന നേരം മുഴുവനും ഇബാദത്തിലെന്ന പോലെ 50 വക്തിലെന്ന പോലെ ജീവിക്കാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇങ്ങനെ ഒരു 50 കൊടുത്ത് 5 ആക്കി ചുരുക്കിയിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഈ മിഅ്റാജിന്റെ പരിശുദ്ധമായ രാവിന്റെ ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പിന്നെ വിജയങ്ങളാണ് വന്നത്. വിജയങ്ങളാണ്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആയത്ത് വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, ഇതിന് മുഫസ്സിരീങ്ങൾക്ക് 2 അർത്ഥമുണ്ട്. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, അതിന്റെ ഒരർത്ഥം ദുനിയാവിനേക്കാളും ഖൈർ ആഖിറം തന്നെ എന്നാണ്. നബിയേ അങ്ങേക്ക് ഖൈർ ആഖിറം തന്നെ. മറ്റൊരർത്ഥമുണ്ട് വലൽ ആഖിറ ഖൈറുൽ ലക മിനൽ ഊല, അങ്ങയെ സംബന്ധിച്ചിടത്തോളം നബിയെ അങ്ങയുടെ ജീവിതത്തിൽ പിറകെ വരുന്ന സമയങ്ങൾ അങ്ങയുടെ മുൻപത്തേതിനേക്കാളും ഖൈറാണ്. നമുക്ക് നേരെ ഓപ്പോസിറ്റാണ്. നമ്മുടെ ഇന്നലെ ഇന്നത്തേതിനേക്കാൾ ഖൈറാണ്, നമ്മുടെ നാളെ ഇന്നത്തേതിനേക്കാൾ മോശമാണ്. തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലൽ ആഖിറ, വരാൻ പോകുന്നത് ഖൈറുൽ ലക മിനൽ ഊല, കഴിഞ്ഞതിനേക്കാളും അങ്ങേക്ക് ഖൈറാണ് നബിയെ, തങ്ങൾക്ക് മാത്രം. അങ്ങനെ വന്നാൽ മിഅ്റാജ് കഴിഞ്ഞതിന്റെ ശേഷമുള്ള മുഴുവൻ സംഭവങ്ങളും പിന്നെ വിജയങ്ങളാണ്. തങ്ങൾക്ക് ആശ്വാസം കിട്ടുന്ന രംഗമാണ് മിഅ്റാജിന്റെ ശേഷം. ഈ മിഅ്റാജ് ഉണ്ടായതോ ഒരുപാട് ത്യാഗങ്ങൾക്ക് പിറകെ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അല്ലാഹു അതൊക്കെ സലാമത്താക്കി തരുമാറാകട്ടെ. ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ. തങ്ങൾക്ക് പ്രയാസം വന്ന നേരത്താണ് ആകാശലോകങ്ങൾ കാണിച്ചു കൊണ്ടുപോയി എല്ലാ അത്ഭുതങ്ങളും കാണിച്ചു. എന്തെല്ലാം കണ്ടു, ഒരുപാട് കണ്ടില്ലേ, നമുക്ക് പറയാൻ സമയമല്ല. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലും കണ്ടവിടെ. സുബ്ഹാനല്ലാഹ്. തങ്ങൾ ഇങ്ങനെ പറയാം, ആകാശ ലോകത്ത് ഞാൻ ഒരു ചവിട്ടടി കേട്ടു. പിറകിലേക്ക് നോക്കുമ്പോ ഫഇദാ ഹുവ ബിലാൽ ഇബ്നു റബാഹ്, ഇത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവാണ്. തങ്ങളൊക്കെ ആ സദസ്സിലിരുന്ന് ഇങ്ങനെ കേൾക്കല്ലേ, അത് പടച്ചവനെ എന്താണത്. സുബ്ഹാനല്ലാഹ്. ഒരു കാലച്ച കേട്ടു. അങ്ങനെ നോക്കുമ്പോ ഫഇദാ ഹിയ ഖൻസ ഇംറഅതു അബീ ത്വൽഹ, അബീ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഖൻസ ബീവിയെയും ഞാൻ അവിടെ കണ്ടുവെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കൊട്ടാരം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ കൊട്ടാരത്തിന്റെ മുമ്പിൽ സുന്ദരിയായ ഒരു പെൺകുട്ടിയുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ജിബ്രീൽ, ഇതെന്താണ് ഇവിടെ ഒരു പ്രത്യേകത? ഇത് അങ്ങയുടെ സ്വഹാബി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനുള്ളതാണ്. തറാവീഹ് 20 റക്അത്ത് ജമാഅത്തായി നിസ്കരിക്കാൻ തയ്യാറെടുത്ത മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന മഹാനാണ്. ആ ഇത്തിബാ കൊണ്ട് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. മുഅ്മിനീങ്ങളെ, തങ്ങൾ പറഞ്ഞു, ഉമറേ ഞാനൊന്ന് നോക്കിയൊന്ന് മനസ്സിലൊന്ന് കരുതി ഒന്ന് നടന്നു ചെന്ന് ആ വാതിലൊന്ന് തുറന്ന കൊട്ടാരത്തിന്റെ ഉള്ളൊക്കൊന്ന് നോക്കിയാലോ എന്ന് ഞാനൊന്ന് വിചാരിച്ചു. പിന്നെ ഉമറേ നിങ്ങൾ വല്ലാത്ത ഈർഷ്യതയുള്ള ആളല്ലേ, ഞാൻ അതുകൊണ്ട് പോയില്ല. യാ റസൂലല്ലാഹ്, ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ അലൈക അഗാറു യാ റസൂലല്ലാഹ്, ഒന്ന് പോയി നോക്കിക്കൂടായിരുന്നു നബിയെ, അങ്ങയോട് എനിക്ക് എന്തെങ്കിലും ഉണ്ട് നബിയെ, അങ്ങ് എന്തിനാ അങ്ങനെ വിചാരിച്ചത് എന്ന് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരുപാട് കാഴ്ചകൾ കണ്ടു, ഒരുപാട് കാഴ്ചകൾ. അന്നൊക്കെ അവർ ജീവിച്ചിരിക്കുന്നവരാണ് ഭൂമിയിൽ. ബിലാൽ തങ്ങളുടെ പിന്നാലെ സ്വഹാബികൾ കൂടിയില്ലേ. ബിലാൽ
എന്താ നിങ്ങൾ ചെയ്യുന്ന പ്രത്യേക പണി, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് എന്താണ് ബിലാൽ? നിങ്ങൾ അള്ളാഹിന്റെ റസൂൽ സ്വർഗത്തിൽ കണ്ടില്ലേ? എന്താ നിങ്ങൾ ചെയ്യുന്ന പ്രത്യേക, ഞങ്ങൾക്ക് പറഞ്ഞേ പറ്റൂ. എല്ലാവരും പത്രക്കാരൊപ്പം കൂടുന്ന പോലെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ സ്വഹാബികൾ പിടികൊടുക്കാതെ കൂടിയെന്നാ. അപ്പൊ പറഞ്ഞു, ഞാൻ കാര്യമായിട്ട് ചെയ്യുന്ന പണി എപ്പോഴും ഒളു കൊടുക്കും. ഒളു മുറിഞ്ഞാൽ ഒന്ന് ഒളു കൊടുക്കും. ഒളു കൊടുത്താൽ 2 റക്അത്ത് സുന്നത്തില്ലേ, ആ 2 റക്അത്ത് ഞാൻ നിസ്കരിക്കും. ഇതേ ഞാൻ നിങ്ങളെക്കാൾ നിങ്ങൾ ചെയ്യാത്തതോ നിങ്ങൾ ശ്രദ്ധിക്കാത്തതോ ആയ ഒന്ന് ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. അപ്പോ ആ സുന്നത്ത് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതങ്ങളിൽ അത്ഭുതം കാണിച്ചു കൊടുത്ത ഈ യാത്രയിലെ പാഠങ്ങളൊക്കെ പഠിക്കാനും, അള്ളാഹുവിന്റെ ഖുദ്റത്ത് അപാരമാണ്, അതിന് ലിമിറ്റുകളില്ല, മനുഷ്യനതിന് പരിധി വെക്കരുത്. മുഅ്ജിസത്തുകൾ അംബിയാഇന്, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളായ ഔലിയാഇന് അള്ളാഹു എമ്പാടും നടത്തി കൊടുത്തിട്ടുണ്ട്, നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അംബിയാക്കൾക്ക് ശേഷം ദഅവത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ കഴിവാണ്, അള്ളാഹുവിന്റെ ഖുദ്റത്താണെന്ന് മനസ്സിലാക്കിയാൽ ഒരു പ്രയാസവും ഇതിലൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബോധം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ, ഈ ഉമ്മത്തിന് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവസാനിപ്പിക്കുകയാണ്. പിന്നെ മെഹറാജിന്റെ പകലിൽ, ഇന്നത്തെ പകലിൽ നമ്മളൊക്കെ നോമ്പ് നോറ്റ ആളുകൾ ഉണ്ടാകും. അത് മഹാന്മാരായ സ്വാലിഹീങ്ങൾ, മുൻഗാമികളായ ആളുകൾ ഇത് ചെയ്തു പോന്നിരുന്നു. അതിന്റെ പേരിലാണ്, പ്രബലമായ ഒരു നോമ്പായതിന്റെ പേരിലല്ല, പക്ഷെ സ്വാലിഹീങ്ങളായ ആളുകൾ ചെയ്തിട്ടുണ്ട്, കിതാബുകളിലൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ പേരിലാണ്. അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. എപ്പോഴും സുന്നത്ത് നോമ്പ് നോൽക്കാം, ഒരാൾക്ക് എപ്പോഴും നോൽക്കാം സുന്നത്ത് നോമ്പ്. അഫ്ളലു സിയാമി സിയാമി ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് അലൈഹിസ്സലാമിന്റെ നോമ്പാണ് ഏറ്റവും നല്ല നോമ്പ്. ഇന്ന് നോറ്റ് നാളല്ല, മറ്റന്നാളുണ്ട്, അതിന്റെ പിറ്റേന്നില്ല, അങ്ങനെ ഇടവിട്ടുള്ള നോമ്പ് ഇഷ്ടം പോലെ. പ്രത്യേകിച്ച് ഇതുപോലെയുള്ള സന്ദർഭങ്ങളിലൊക്കെ വരുന്ന നോമ്പുകൾ അതിൻ്റെയൊക്കെ ഇബാദത്താണ്, നിസ്കാരമാണ്, നോമ്പാണ്, ദിക്റാണ്, സ്വലാത്താണ്. ഇതിന് പരിധികൾ വെക്കുന്ന ആളുകളുണ്ട്. അത് അത്രയേ പറ്റൂ, അതിനപ്പുറം ചെയ്താൽ ഇസ്ലാമിൽ തന്നെ പുറത്തു പോകുന്നു. അസ്തഗ്ഫിറുല്ലാഹ്. അങ്ങനെ ഒരു പിഴച്ച ചിന്താഗതി വേണ്ട യാതൊരു ആവശ്യമില്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് ചില ചർച്ചകളൊക്കെ വരുമ്പോൾ ഞാൻ പറയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ ഈ സുന്നത്ത് നോമ്പ് നിൽക്കാൻ ഭർത്താവിന്റെ സമ്മതം വേണോ ഭാര്യയ്ക്ക് എന്ന് ചോദിച്ചു. അതൊരു ഫർള് വീട്ടാനുള്ള ഒരു നോമ്പാണ്. ഭാര്യയ്ക്ക് ഫർള് വീട്ടേണ്ടതുണ്ടെങ്കിൽ അവിടെ സമ്മതത്തിന്റെ ആവശ്യമില്ല. വെറും സുന്നത്ത് നോമ്പ് നോൽക്കുകയാണെങ്കിൽ ഭർത്താവിന്റെ സമ്മതം വേണ്ടതാണ്. ഭർത്താവ് നോൽക്കണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അവൾ നോൽക്കേണ്ടതില്ല. ഞങ്ങൾക്ക് കൂലി കിട്ടും ചെയ്യും, ഭർത്താവിന് അതിൽ കുറ്റവുമില്ല സുന്നത്ത് നോമ്പിനെ സംബന്ധിച്ചിടത്തോളം. الحمد لله رب العالمين حمدا يوافي نعمه يكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك رحم الراحم يا ربي عند حبيب ഞങ്ങളുടെ സയ്യിദുമായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്റെ ജനാബുൽ ഹക്കിലേക്കും സ്വർഗവും നരകവും അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ അദാബുകളും എല്ലാം കാണിച്ചു കൊടുത്ത് ഹക്കാണെന്ന് ബോധ്യപ്പെടുത്തി കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്ത് ഞങ്ങൾക്ക് ദഅവത്ത് ചെയ്തു പോയി നിങ്ങളുടെ നബിതങ്ങൾക്ക് ഒരു ഉമ്മത്തിന് പകരമായി എത്ര കൂലി കൊടുക്കുമോ അതിന്റെ ബലായിൻ മില്യൻ ബില്യൺ കണക്കിന് കൂലി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഹബീബിനെ നീ കൊടുക്കണേ പടച്ചവനെ. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഹബീബ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച ത്യാഗത്തിന്റെ എല്ലാ പ്രതിഫലവും അവർക്ക് ഇരട്ടികളായി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹു അവിടുത്തെ ഉമ്മത്തുകളിൽ അവിടുന്ന് ഇഷ്ടപ്പെടുന്നവരും ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. അവിടുത്തെ ഉമ്മത്തുകൾ അവിടുത്തെ ദീൻ നിലനിർത്തുന്നവരും അവിടുത്തെ ചര്യയെ പിന്തുടരുന്നവരും അവിടുന്ന് ഇഷ്ടപ്പെട്ട നന്മകളെ സ്നേഹിക്കുന്നവരുമാക്കി തരണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, നിന്റെ ഹബീബിന്റെ ശഫാഅത്ത് ഞങ്ങൾക്ക് ഇരുലോകത്തും നൽകണേ അല്ലാഹ്. അവിടുത്തെ ചെന്ന് കാണാനും സലാം പറയാനും അവിടത്തോട് സിയാറത്ത് ചെയ്യാനും അവിടുത്തെ പള്ളിയിൽ ചെന്ന് നിസ്കരിക്കാനും മസ്ജിദുൽ ഹറാമിലേക്ക് എത്താനും കഅബ കാണാനും അവിടുന്ന് ചുംബിച്ച ഹജറുൽ അസ്വദ് എന്ന് ചുംബിക്കാനും അവിടുന്ന് തവാഫ് ചെയ്ത മതാഫിൽ എന്ന് തവാഫ് ചെയ്യാനും അവിടുന്ന് നടന്നുപോയ സഫ മർവക്കിടയിൽ നടക്കാനും അവിടുന്ന് നടന്ന അറഫയിലും മിനയിലും മുസ്ദലിഫയിലും ആ മണ്ണൊക്കെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട മണ്ണാണ്. അവിടെ എത്തിപ്പെടാനുള്ള ഭാഗ്യം ഞങ്ങൾ എല്ലാവർക്കും എമ്പാടും ഒരുപാട് തവണ നൽകണേ പടച്ചവനെ. റഹ്മർ റഹീമായ റബ്ബേ, അവിടത്തോടുള്ള സ്നേഹം ഖൽബിൽ തരണേ റഹ്മാനെ. അല്ലാഹുവേ, അവിടത്തെ സ്നേഹിക്കാത്തവർക്ക് ഈമാൻ പൂർത്തിയാവുകയില്ലെന്ന് പോലും അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹുവേ, അവിടത്തെ സ്നേഹിക്കുന്നവരാക്കണേ റബ്ബേ.
അല്ലാഹുവേ നിന്റെ ഹബീബിനോടുള്ള ഹുബ്ബ് ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. അല്ലാഹുവേ നിന്റെ ഹബീബിനെ അവരെ സംബന്ധിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ റജബ് നിന്റെ മാസമാണ്, ശഅബാൻ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ്. ഞങ്ങൾ റജബിന്റെ അവസാനത്തിലേക്ക് എത്തി, ഇനി നിന്റെ ഹബീബിന്റെ മാസത്തിലേക്ക് കടക്കാൻ. അത് കഴിഞ്ഞാൽ എന്റെ ഉമ്മത്തികളുടെ മാസമാണ് റമദാൻ എന്ന് പറഞ്ഞ ആ റമദാനിലേക്ക് ചെന്നെത്താനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ നൽകണേ പടച്ചവനെ. റമദാനിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇപ്പോഴേ തുടങ്ങുകയും ഇപ്പോഴേ ഇബാദത്തുകൾക്ക് ഉന്മേഷമുണ്ടാവുകയും ഇപ്പോഴേ ഖുർആനുകളൊക്കെ ഓതിത്തുടങ്ങി റമദാനിൽ ഒരുപാട് ഓതാനുള്ള ഒരു കഴിവിലേക്ക് എത്താനൊക്കെ റമദാനിന് വേണ്ടി ഒരുങ്ങുന്നവരാക്കണേ റബ്ബേ. അതിനുവേണ്ടി ചിന്തിക്കുന്നവരാക്കണേ റഹ്മാനെ. ഇബാദത്തിലേക്ക് ഞങ്ങൾക്ക് ഉത്സാഹം നൽകണേ റഹ്മാനെ. ദുനിയാവ് നീ ഞങ്ങളെ നിശ്ചയിച്ച കാലം നീ ഞങ്ങൾ തിരിച്ചു വിളിക്കുമ്പോൾ അല്ലാഹുവേ ഇബാദത്തുകളുമായി മാത്രം ഖബറിലേക്ക് നിന്റെ അടുത്തേക്ക് വരുമ്പോൾ അല്ലാഹുവേ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് വേണം പടച്ചവനെ. നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് വേണം അല്ലാഹ്. നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് വേണമേ അല്ലാഹ്. അല്ലാഹു ഈ ലോകത്ത് ജീവിക്കുന്ന ഓരോ സെക്കൻഡിലും നിന്റെ റഹ്മത്ത് കൊണ്ടാണ് റബ്ബേ ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലാഹു ഞങ്ങൾ ഓരോരുത്തർക്കും ശിഫ നൽകണേ റഹ്മാനെ. ഇവിടെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരും അല്ലാത്തവരുമായ രോഗികൾക്കെല്ലാം ശിഫ നൽകണേ അല്ലാഹ്. കുട്ടികൾക്ക് ശിഫ നൽകണേ റബ്ബേ. ഒരു അദ്ദേഹത്തിന്റെ മകന് വേണ്ടി ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. അല്ലാഹുവേ 7 വയസ്സുള്ള ആ കുട്ടിക്ക് നീ ശിഫ നൽകണേ പടച്ചവനെ, സ്വബോധം നൽകണേ പടച്ചവനെ. മാതാപിതാക്കൾ വിഷമത്തിലാണ് അല്ലാഹുവേ, ആ കുട്ടിക്ക് ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ പടച്ചവനെ. അല്ലാഹുവേ ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ. ഒരുപാട് മാതാപിതാക്കൾ, പ്രായമുള്ള ആളുകൾ ദ്വാരക്കാൻ പറഞ്ഞ അവരുടെ സഹോദരൻ, ഒരുപാട് ആൾക്കാർ രോഗികളായി കിടക്കുന്നവർക്കെല്ലാം ഷിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ മരണമെന്ന് നീ നിശ്ചയിച്ച അജലിലേക്ക് എത്താൻ രോഗികളായി തന്നെ ആവണമെന്നില്ലല്ലോ പടച്ചവനെ. അല്ലാഹുവേ മരിക്കും വരെ ഞങ്ങൾ എല്ലാവർക്കും ആഫിയത്ത് തരണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളൊക്കെ കടങ്ങൾ വീട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളെ സ്വാലിഹീങ്ങളാക്ക് റബ്ബേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്ക് റബ്ബേ, ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരെ സ്വാലിഹീങ്ങളാക്ക് റബ്ബേ, സഹോദരിമാരെ സ്വാലിഹത്തുകളാക്കണേ പടച്ചവനെ. ഞങ്ങൾ നിലനിൽക്കുന്ന സമൂഹം നന്മയുടെ സമൂഹമാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ ഈമാനിൽ വസ്വാസ് ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടെന്ന് കാക്കണേ പടച്ചവനെ. അത്തരം ക്ലിപ്പുകളോ പ്രസംഗങ്ങളോ പ്രഭാഷണങ്ങളോ കേട്ട് ഈമാൻ വസ്വാസിലായി പോകുന്ന അപകടത്തിൽ നിന്ന് കാക്കണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, നിന്റെ ദീനിന്റെ അഖീദയിൽ അടിയുറച്ചു നിൽക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സുരക്ഷിതമായ ഹൃദയവുമായി നിന്നെ സമീപിക്കുന്നവർ ഞങ്ങളെ പെടുത്തണേ റഹ്മാനെ. അല്ലാഹു ഈമാൻ വർദ്ധിപ്പിക്കണേ റബ്ബേ. ഒരുപാട് ഈമാൻ ബലഹീനമായ ആളുകളാണ് റബ്ബേ ഞങ്ങൾ. ഒന്ന് കേട്ടാൽ അങ്ങോട്ടും തിരിച്ചു കേട്ടാൽ അങ്ങോട്ടും ഇങ്ങനെയൊക്കെ ചാഞ്ചാടുന്ന കൽബുകാരാണ് അല്ലാഹ്. നിന്റെ ഇസ്തിഖാമത്തിൽ ഞങ്ങൾക്ക് നീ നിലനിൽപ്പ് നൽകണേ പടച്ചവനെ. اللهم اجعلنا هادين مهتدين غير ضالين ولا مضلين سلما لأوليائك حربا لأعدائك يا رب العالمين. പടച്ചവനെ ഞങ്ങൾക്ക് ഇൽമു വർദ്ധിപ്പിച്ചു തരണേ റബ്ബേ. മക്കൾക്ക് ഇൽമു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് രക്ഷിതാക്കന്മാർ, അവർക്കൊക്കെ അതിന് എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. മക്കൾ വിവാഹപ്രായമെത്തി നിൽക്കുന്നവർക്ക് സ്വാലിഹീങ്ങളായ ഭർത്താക്കന്മാരെ ഏൽപ്പിച്ച് സമാധാനിക്കാൻ കാത്തിരിക്കുന്ന ഒരുപാട് രക്ഷിതാക്കന്മാർ, സഹോദരന്മാർ, അല്ലാഹുവേ സഹോദരിമാർക്കൊക്കെ നീ സ്വാലിഹീങ്ങളായ ആളുകളെ ഇണകളായി കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ അവർക്ക് ഇണകളെ നീ എത്തിക്കണേ പടച്ചവനെ. വിവാഹം ചെയ്യാൻ പോകുന്ന ചെറുപ്പക്കാർക്ക് അവരെ ദീനിൽ സഹായിക്കുന്ന കൺകുളിർമയുള്ള സ്വാലിഹത്തുകളായ പെൺകുട്ടികൾ ഇണകളായി കൊടുക്കണേ പടച്ചവനെ. നിക്കാഹ് ചെയ്ത് കഴിഞ്ഞ ആളുകളുടെ മനസ്സുകൾ തമ്മിൽ സ്നേഹം നിലനിർത്തണേ റബ്ബേ. ഒരു ഹറാമിലേക്ക് നോക്കാതെയും പോകാതെയും എത്തിപ്പെടാതെയും അവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കണേ പടച്ചവനെ. പിണക്കത്തിലോ സ്വാരസ്യങ്ങളിലോ തലാഖുകളിലോ ചെന്നെത്തിപ്പെടാതെ ഉമ്മത്തിന്റെ കുടുംബ കെട്ടുറപ്പിനെ നീ ഉറപ്പിച്ചു തരണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലികളിൽ ഖൈറും ബറക്കത്തും താ റബ്ബേ. ഞങ്ങളുടെ കച്ചവടക്കാർക്ക് കച്ചവടങ്ങളിൽ ബറക്കത്ത് ചെയ്തു കൊടുക്കല്ലോ അല്ലാഹു. ഞങ്ങൾ ഓരോരുത്തരുടെയും ജോലിയിൽ ഖൈറും ബറക്കത്തും തരണേ അല്ലാഹ്. അല്ലാഹുവേ ജോലിയിൽ എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അസൂയക്കാരോ മറ്റോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലാഹുവേ നിന്റെ കാവൽ ഞങ്ങൾക്ക് നൽകണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങൾ നിലനിൽക്കുന്ന ജോലിയും കച്ചവടവും തൊഴിലും ഞങ്ങൾക്ക് ഖൈറും നിനക്ക് പൊരുത്തവുമാണെങ്കിൽ നിലനിർത്തി തരണേ റബ്ബേ. അത് ഖൈറല്ലെങ്കിൽ ഖൈറിലേക്ക് മാറ്റം നൽകണേ പടച്ചവനെ. അല്ലാഹു മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി നിന്റെ ഹബീബിന്റെ മുഖം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ. അതൊരു നല്ല അമല് ചെയ്തുകൊണ്ട്
സ്വീകരിച്ചുകൊണ്ടിരിക്കാക്കി തരണേ റബ്ബേ. അതൊരു നല്ല സ്ഥലത്ത് വെച്ചാക്കി തരണേ റഹ്മാനെ. ഞങ്ങളെ ഖബറിലേക്ക് വെക്കുന്ന നേരം ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ആളുകളെ നീ ഉണ്ടാക്കണേ റബ്ബേ. ഞങ്ങൾ മരിച്ചെന്നറിയുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കുന്ന ആളുകൾ ഉണ്ടാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ മരണശേഷം ഞങ്ങളെ കുറിച്ച് നല്ലത് പറയപ്പെടണേ പടച്ചവനെ. അല്ലാഹു ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളെ നീ ഉണ്ടാക്കി തരണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കും റബ്ബേ. അവർ ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കും റബ്ബേ. മരിച്ചുപോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കണേ റബ്ബേ. മരിച്ചുപോയ എല്ലാ മുഅ്മിനും മുഅ്മിനാത്തുകളെയും നിന്റെ സുഖലോക സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേ റഹ്മാനെ. ബിഹഖ് സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിഹഖ് സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.